ഹലോ, വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ICDS സൂപ്പർവൈസർ എക്സാമിന്റെ പുതിയ സിലബസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സിലബസുകളൊക്കെ. കുറച്ചൊക്കെ ചേഞ്ചസ് സിലബസിൽ വന്നിട്ടുണ്ട്. സോഷ്യൽ വർക്കിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പുതുക്കിയ സിലബസ് പ്രകാരമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യോളജി ഏരിയാസിൽ നിന്നും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ സൊസൈറ്റി, കമ്മ്യൂണിറ്റി, കൾച്ചർ, സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും വരാവുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സൊസൈറ്റി, കമ്മ്യൂണിറ്റി അതായത് നമ്മുടെ സമൂഹം, സമുദായം, സംസ്കാരം, സാമൂഹ്യവൽക്കരണം, ഇത്രയും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. What is the primary difference between society and community? What is the primary difference between society and community? അല്ലെ, എന്താണ് സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള പ്രൈമറി ഡിഫറൻസ്? പ്രാഥമികപരമായിട്ടുള്ള വ്യത്യാസം എന്താണ്? എന്താണ് ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ സൈസ്, ഓപ്ഷൻ ബി പേർപ്പസ്, ഓപ്ഷൻ സി സ്ട്രക്ചർ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഏതാ ഇതിൽ വരുന്നത്? ആൻസർ സി ആണ് വരുന്നത്. ഓക്കെ, ആൻസർ സി ആണ് വരുന്നത്. സ്ട്രക്ചർ ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി എന്താണ് വരുന്നത്? സ്ട്രക്ചർ ആണ് അതിന്റെ പ്രൈമറി ഡിഫറൻസ് വരുന്നത്. ഓക്കെ, നമുക്കതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. The primary difference between society and community lies in their scope and organization. എന്താ പറയുന്നത്? സൊസൈറ്റിയുടെയും കമ്മ്യൂണിറ്റിയുടെയും പ്രൈമറി ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ലൈസ് ഇൻ ദർ സ്കോപ്പ് ആൻഡ് ഓർഗനൈസേഷൻ. സ്കോപ്പും അതുപോലെ തന്നെ ഓർഗനൈസേഷനും, അല്ലെ, സ്കോപ്പും ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സൊസൈറ്റിയുടെയും കമ്മ്യൂണിറ്റിയുടെയും പ്രൈമറി ഡിഫറൻസ് കിടക്കുന്നത്. എ സൊസൈറ്റി ഈസ് എ ബ്രോഡർ ആൻഡ് മോർ കോംപ്ലക്സ് എൻറ്റിറ്റി. അല്ലെ, സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ ബ്രോഡറും ഭയങ്കര കോംപ്ലക്സുമായിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണ്. എൻകോംപാസിംഗ്, അത് എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? എ ലാർജ് ആൻഡ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് ഷെയർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കൾച്ചർ ആൻഡ് നോംസ്. അല്ലെ, അതെന്ത് ചെയ്യുന്നുണ്ട്? എൻകോംപാസിംഗ് എ ലാർജ് ആൻഡ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അത് വളരെ ലാർജും അതുപോലെ തന്നെ വ്യത്യസ്ത തരം ഗ്രൂപ്പുകളെയും ഒരുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഷെയർ ചെയ്യുന്ന, കൾച്ചർ നോംസ് ഒക്കെ ഷെയർ ചെയ്യുന്ന പീപ്പിൾസിന്റെ വ്യത്യസ്ത ഗ്രൂപ്പ്, അത് കുറച്ച് വലുത്, അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് എൻകോംപാസ് ചെയ്യുന്നുണ്ട്. It may consist of multiple communities within its framework. അല്ലെ, ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ കമ്മ്യൂണിറ്റീസ്. അല്ലെ, അത് എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്പിൾ കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ഫ്രെയിംവർക്കിൽ ഉള്ളിൽ നിന്നുകൊണ്ട് അത് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള പ്രൈമറി ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സ്കോപ്പും അതുപോലെ തന്നെ അതിന്റെ ഓർഗനൈസേഷനുമാണ് എന്ത് ചെയ്യുന്നത്? സ്കോപ്പും അതുപോലെ തന്നെ ഓർഗനൈസേഷനുമാണ് അതിന്റെ പ്രൈമറി ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? വളരെ ബ്രോഡറും അതുപോലെ തന്നെ കോംപ്ലക്സ് എൻറ്റിറ്റിയുമാണ്. ഓക്കെ, ബ്രോഡറും അതുപോലെ തന്നെ കോംപ്ലക്സ് എൻറ്റിറ്റിയുമാണ്. ദെൻ പിന്നീട് എന്താ പറയുന്നത്? അത് ഒരു വളരെ വ്യത്യസ്തമാർന്ന ഗ്രൂപ്പുകളെ, അല്ലെ, ഒരേപോലത്തെ ഷെയർഡ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഷെയർ ചെയ്യുക, കൾച്ചർ ഷെയർ ചെയ്യുക, നോംസ് ഒക്കെ ഷെയർ ചെയ്യുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ വലിയൊരു ആളുകളുടെ കൂട്ടത്തെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, ദെൻ ഓൺ ദ അതർ ഹാൻഡ്, മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ എ കമ്മ്യൂണിറ്റി ഈസ് എ സ്മോളർ ആൻഡ് മോർ ലോക്കലൈസ്ഡ് സോഷ്യൽ യൂണിറ്റ്. അല്ലെ, കമ്മ്യൂണിറ്റി പറയുന്നത് എന്താണ്? മോർ ലോക്കലൈസ്ഡ് അല്ലെങ്കിൽ സ്മാളർ അല്ലെങ്കിൽ മോർ ലോക്കലൈസ്ഡ് സോഷ്യൽ യൂണിറ്റ് ആണ്. അല്ലെ, ഓഫൺ ക്യാരക്ടറൈസ്ഡ് ബൈ എ ഷെയർഡ് ജോഗ്രാഫിക്കൽ ലൊക്കേഷൻ. അത് എന്തുണ്ടായിരിക്കും? ഒരു ഷെയർഡ് ജോഗ്രാഫിക്കൽ ലൊക്കേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു കോമൺ ഇൻട്രസ്റ്റും അതിന് ഉണ്ടായിരിക്കും. Then communities are integral components that contribute to the overall structure and the dynamics of a society. അല്ലെ, കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഇന്റഗ്രൽ കോമ്പണൻസ്. അല്ലെ,
ദാറ്റ് കോൺട്രിബ്യൂട്ട്, അതൊരു ഇന്റഗ്രൽ, ഒരു ചില ഘടകങ്ങളുടെ സംയോജനമാണ് കമ്മ്യൂണിറ്റീസ് അല്ലെ. അത് എന്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? ഒരു സൊസൈറ്റിയുടെ സ്ട്രക്ചറിനും ഡൈനാമിക്കിനും വേണ്ട ഓവറോൾ കോൺട്രിബ്യൂഷൻസ് എന്ത് കൊടുക്കുന്നുണ്ട്? ഈ കമ്മ്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് സ്മോളർ ആണ്, ലോക്കലൈസ്ഡ് ആണ്, ഷെയർഡ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഉണ്ട്, ഒരു കോമൺ ഇൻട്രസ്റ്റും ഇതിന് ഉണ്ടായിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്മ്യൂണിറ്റി അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്മ്യൂണിറ്റി. എന്താ ഇതിൽ പറയുന്നത്? നമ്മുടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒരു കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയുടെ ഇപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ സ്ക്രീൻ ഇപ്പൊ വരും. താഴെ തന്നിരിക്കുന്നതിൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാർജ് പോപ്പുലേഷൻ ആണ്. ഓക്കെ, ലാർജ് പോപ്പുലേഷൻ. രണ്ടാമത്തത് ഷെയർഡ് വാല്യൂസ്, ഷെയർഡ് വാല്യൂസ് ആൻഡ് ഇൻട്രസ്റ്റ്. മൂന്നാമത് ഹെട്രോജീനിയസ് പോപ്പുലേഷൻ. നാലാമത് കോംപ്ലക്സ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, കോംപ്ലക്സ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ലാർജ് പോപ്പുലേഷൻ, അതുപോലെ തന്നെ എന്താണ്, അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഷെയർഡ് വാല്യൂസ് ആൻഡ് ഇൻട്രസ്റ്റ്, ഹെട്രോജീനിയസ് പോപ്പുലേഷൻ, കോംപ്ലക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്മ്യൂണിറ്റി അല്ലെ. ഒരു കമ്മ്യൂണിറ്റിയുടെ താഴെ പറയുന്നതിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ലാർജ് പോപ്പുലേഷൻ, ഓപ്ഷൻ ബി ഷെയർഡ് വാല്യൂസ് ആൻഡ് ഇൻട്രസ്റ്റ്, ഓപ്ഷൻ സി ഹെട്രോജീനിയസ് പോപ്പുലേഷൻ ആൻഡ് ഓപ്ഷൻ ഡി കോംപ്ലക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇത്രയാണ് നമ്മൾ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ബി ആണ് വരുന്നത്. ഷെയർഡ് വാല്യൂസ് ആൻഡ് ഇൻട്രസ്റ്റ് ആണ് കമ്മ്യൂണിറ്റിയുടെ ഈ തന്നിരിക്കുന്നതിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. എന്താ പറയുന്നത്? communities are distinguished by the presence of shared values and interest among their members. This commonality forms a cohesive bond, promoting a sense of belonging and mutual understanding within the community, whether centered around geographical proximity or shared passions. Communities thrive on the collective commitment to shared principles. Communities എന്ന് പറഞ്ഞാൽ എന്താണ്? are distinguished by the presence of shared values. They are distinguished by the presence of shared values, interest among their members. തന്റെ മെമ്പേഴ്സിന്റെ ഇടയിലുള്ള ഷെയർഡ് വാല്യൂസും ഇൻട്രസ്റ്റും കൊണ്ട് കമ്മ്യൂണിറ്റീസ് എന്താണ്? ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആണ് അല്ലെ, വ്യത്യസ്തപ്പെട്ട ഒന്നാണ്. ഈ ഒരു കോമണാലിറ്റി എന്ത് ചെയ്യും? അത് അവർക്കിടയിൽ ഒരു കൊഹസീവ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. ദെൻ പിന്നീട് എന്താ പറഞ്ഞത്? വെദർ centered around geographical proximity or shared passion, community thrive on collective commitment to shared principle. This characteristics not only unifies individual അല്ലെ, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കമ്മ്യൂണിറ്റിയുടെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഡിവിജ്വലിനെ മാത്രമല്ല എന്ത് ചെയ്യുന്നത്? യൂണിഫൈ ചെയ്യുന്നത്, ബട്ട് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദ യുണിക് ഐഡന്റിറ്റി ആൻഡ് സോഷ്യൽ ഫാബ്രിക് ദാറ്റ് ഡിഫൈൻ ഈച്ച് കമ്മ്യൂണിറ്റി അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്? ബട്ട് ഓൾസോ കോൺട്രിബ്യൂട്ട് ദ യുണിക് ഐഡന്റിറ്റി അല്ലെ, ഒരു യുണിക് ഐഡന്റിറ്റിക്ക് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഫാബ്രിക് അല്ലെ, കമ്മ്യൂണിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സോഷ്യൽ ഫാബ്രിക്കിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദെൻ മേക്കപ്പ് ഇറ്റ് എ വിറ്റൽ ആസ്പെക്ട് ഓഫ് ദർ സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക്സ് അല്ലെ. എന്താണ്? ഇത് ഒരു സ്ട്രക്ചറും ഡൈനാമിക്കും വേണ്ട ഒരു വൈറ്റൽ ആസ്പെക്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവര് തരുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൊസൈറ്റി?
വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൊസൈറ്റി? ഒരു സൊസൈറ്റിയിലെ സ്മോളസ്റ്റ് യൂണിറ്റ് ഏതാണ്? ഒരു സൊസൈറ്റിയിലെ സ്മോളസ്റ്റ് യൂണിറ്റ് ഏതാണ്? ഒന്നാമത്തത് കമ്മ്യൂണിറ്റി, രണ്ടാമത്തത് ഫാമിലി, മൂന്നാമത്തത് ട്രൈബ്, നാലാമത്തത് നേഷൻ. അല്ലെ, കമ്മ്യൂണിറ്റി ആണോ, ഫാമിലി ആണോ, ട്രൈബ് ആണോ, നേഷൻ ആണോ? ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ബി ആണ്. ഫാമിലി ആണ് സൊസൈറ്റിയുടെ സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ എന്താ പറയുന്നത്? ദ ഫാമിലി ഈസ് ഓഫൺ കൺസിഡർഡ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. അല്ലെ, ഫാമിലി എന്ന് നമ്മൾ എന്ത് പറയാ? സൊസൈറ്റിയുടെ സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ റിലേറ്റഡ് ബൈ ബ്ലഡ്, മാരേജ് ഓർ അഡോപ്ഷൻ, ലിവിംഗ് ടുഗദർ ആൻഡ് ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റീസ്. അല്ലെ, ഇതിൽ നിന്ന് ഇറ്റ് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ റിലേറ്റഡ് ബൈ ബ്ലഡ്. അല്ലെ, ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇൻഡിവിജ്വലിനെ കൺസിസ്റ്റ് ചെയ്യുന്നു. അല്ലെ, നമുക്കറിയാം ഫാമിലി എന്ന് പറയുന്നത് നമ്മളുമായിട്ട് ബ്ലഡ് റിലേഷനുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? മാരേജ് വഴിയായിരിക്കും. അല്ലെ, ഭാര്യയും ഭർത്താവും ഇപ്പൊ മാരേജ് വഴിയാണ്, അച്ഛൻ കുട്ടികൾ എന്താണ്? ബ്ലഡ് വഴിയാണ്. ദെൻ അതേപോലെ ഓർ അഡോപ്ഷൻ. അല്ലെ, ലിവിങ് ടുഗദർ, നമ്മൾ ദത്തെടുക്കുന്ന കുട്ടി. അല്ലെ, അവരെന്ത് ചെയ്യുന്നത്? ആൻഡ് ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റീസ്. അല്ലെ, അവരെന്ത് ചെയ്യുന്നുണ്ട്? റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് റിലേറ്റഡ് ബൈ ബ്ലഡ്, marriage or adoption, living together and sharing responsibilities. Then families play a crucial role in socialization, passing down cultural values and providing emotional support. അല്ലെ, ഫാമിലീസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ സോഷ്യലൈസേഷൻ. അല്ലെ, ഒരു സോഷ്യലൈസേഷനില് ഒരു ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ദെൻ പാസിംഗ് ഡൗൺ കൾച്ചറൽ വാല്യൂസ്, അവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൾച്ചറൽ വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്, അവര് ഒരു ഇമോഷണൽ സപ്പോർട്ട് അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. While societies are comprised of various institutions and groups, the family is fundamental as the primary unit where individuals first experience social interactions and learn societal norms and behaviors. അല്ലെ, എന്താണ്? While societies are comprised അല്ലെങ്കിൽ കംപ്രൈസ്ഡ് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പ്. അല്ലെ, സൊസൈറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഗ്രൂപ്പുകളൊക്കെ കംപ്രൈസ് ചെയ്യുന്നുണ്ട്. ഫാമിലി എന്ന് പറഞ്ഞ എന്താണ്? ഫണ്ടമെന്റൽ ആസ് ദ പ്രൈമറി യൂണിറ്റ്. പ്രൈമറി യൂണിറ്റിൽ തന്നെ വളരെ ഫണ്ടമെന്റൽ ആണ്. ഇപ്പൊ ഫണ്ടമെന്റൽ അല്ലെ, ആസ് ദ പ്രൈമറി യൂണിറ്റ്. അല്ലെ, ഫാമിലി ഈസ് ഫണ്ടമെന്റൽ ആസ് ദ പ്രൈമറി യൂണിറ്റ്. ഒരു പ്രൈമറി യൂണിറ്റ് എന്ന നിലയ്ക്ക് ഇത് ഫാമിലി എന്താണ്? വളരെ ഫണ്ടമെന്റൽ ആണ്. ദെൻ അതേപോലെ തന്നെ where individuals first experience social interaction and learn societal norms and behaviors. Like, individuals first experience social interactions and learn societal norms and behaviors. Individual എന്ത് ചെയ്യുന്നുണ്ട്? First experience social interaction. Like, first experience social interaction and learn societal norms and ബിഹേവിയേഴ്സ്. അല്ലെ, ഈ പ്രൈമറി യൂണിറ്റില് വളരെ ഫണ്ടമെന്റൽ ആയ ഫാമിലി വെച്ചിട്ടാണ് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ സൊസൈറ്റിയൽ നോംസ്, ബിഹേവിയേഴ്സ്, സോഷ്യൽ ഇന്ററാക്ഷന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒരാൾക്ക് കിട്ടുന്നത്. അല്ലെ, അപ്പൊ നമുക്കറിയാം നമ്മൾ നമ്മുടെ ഫാമിലി വെച്ചിട്ടാണ് എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യേണ്ടത്, എങ്ങനെ എന്താണ് ഫാമിലിയിലത്തെ നോംസുകൾ, എങ്ങനെയാണ് ബിഹേവിയർ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുക. ഓക്കെ, ഇപ്പോ ക്വസ്റ്റ്യൻ സ്മോളസ്റ്റ് യൂണിറ്റ് ആയിരുന്നു ഫാമിലി എന്ന് പറഞ്ഞു. ഫാമിലി ഫണ്ടമെന്റൽ, ഫാമിലി എന്താ നമ്മൾ പറഞ്ഞു, അതിന്റെ പ്രത്യേകതയും നമ്മൾ പറഞ്ഞു. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫോർമൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫോർമൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? ഒരു ഫോർമൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു എക്സാമ്പിൾ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ഫാമിലി, ഓപ്ഷൻ ബി റിലീജിയൻ, ഓപ്ഷൻ സി ഫ്രണ്ട്ഷിപ്പ്, ഓപ്ഷൻ ഡി നെയ്ബർഹുഡ്. അല്ലെ, ഫാമിലി, റിലീജിയൻ, ഫ്രണ്ട്ഷിപ്പ്, നെയ്ബർഹുഡ്. ഇതിൽ ഏതാണ് ഒരു ഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ? അല്ലെ, നോക്കൂ, ഫോർമലും ഉണ്ട്, ഇൻഫോർമലും ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലെ എന്താണ് ഫോർമൽ? നമ്മൾ ഫോർമൽ ആവാന്നൊക്കെ പറയും. എന്താണ് ഇൻഫോർമൽ എന്നറിയാം. അപ്പൊ ഇവിടെ എന്താണ് ഒരു ഫോർമൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ഉദാഹരണം? അല്ലെ, ആൻസർ ചെയ്ത ആൻസർ ബി റിലീജിയൻ ആണ്. അല്ലെ, ഫാമിലിയും ഫ്രണ്ട്ഷിപ്പും നെയ്ബർഹുഡ് ഒക്കെ നമുക്ക് ഇൻഫോർമൽ ആണ്, എന്നാൽ റിലീജിയൻ എന്താണ്? നമുക്ക് ഫോർമൽ ആണ്.
Religion is an example of a formal social institution. Formal social institutions are organized, structured system that fulfill specific societal function. അല്ലെ റിലീജിയൻ എന്ന് പറയുന്നത് is an example of a formal social institution. അല്ലെ ഒരു formal social institution ഒരു എക്സാമ്പിൾ ആണ്. ഫോമൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഓർഗനൈസ്ഡ് അല്ലെ എന്താണ് ഫോമൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകതകള് അത് ഓർഗനൈസ്ഡ് ആണ് സ്ട്രക്ചേർഡ് ആണ് അതുപോലെ തന്നെ ദാറ്റ് ഫുൾഫിൽ സ്പെസിഫിക് സൊസൈറ്റിയൽ ഫങ്ഷൻ അല്ലെ സ്പെസിഫിക് ആയിട്ടുള്ള സൊസൈറ്റിയൽ ഫങ്ഷനുകൾ അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് റിലീജിയൻ ഇൻ ദിസ് കോണ്ടെക്സ് ഈ ഒരു കോണ്ടെക്സിൽ നമ്മൾ റിലീജിയനെ നോക്കുകയാണെങ്കിൽ റെഫേഴ്സ് ടു ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് ബിലീഫ്സ് practices and rituals that often have established a hierarchical structure and institution to govern and guide adherence അല്ലെ എന്താ പറയുന്നത് ഇപ്പൊ നമ്മളെ റിലീജിയന് ഈ ഒരു കോണ്ടെക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിലീജിയൻ എന്താണ് ബിലീഫിന്റെയും പ്രാക്ടീസിന്റെയും റിച്വൽസിന്റെയും ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റംസ് ആണ് അതുപോലെ തന്നെ എന്താണ് എസ്റ്റാബ്ലിഷ്ഡ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചേഴ്സ് അല്ലെ അതിലെന്തുണ്ട് അതിലൊരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഗവേൺ ചെയ്യാനും ഗൈഡ് ചെയ്യാനും Then other example of formal social institution include education, government and legal system. അല്ലെ മറ്റ് എക്സാമ്പിൾ എന്തൊക്കെയാണ് ഫോമൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ലീഗൽ സിസ്റ്റം ഓക്കെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ നോംസ് ആർ എന്താണ് സോഷ്യൽ നോംസ് എന്നാണ് ചോദിക്കുന്നത് സോഷ്യൽ നോംസ് ആർ ഓപ്ഷൻ എ ഫിക്സഡ് റൂൾസ് ഗവേണിംഗ് ബിഹേവിയർ ഓപ്ഷൻ ബി ഇൻഫോർമൽ ഗൈഡ്ലൈൻസ് ഫോർ കണ്ടക്ട് ഓപ്ഷൻ സി എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റീസ് ഓപ്ഷൻ ഡി കൾച്ചേഴ്സ് അല്ലെ കൾച്ചേഴ്സ് ആൻസർ വരുന്നത് ആൻസർ ബി ആണ് ഇൻഫോർമൽ ഗൈഡ്ലൈൻസ് ഫോർ കണ്ടക്ട് അല്ലെ ഒരു ഗൈഡ് ലൈൻസിലാണ് നോംസ് അതാണ് അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പൊ എങ്ങനത്തെ ഗൈഡ് ലൈൻസ് ആണ് ഇൻഫോർമൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസുകളാണ് ഓക്കെ ഇൻഫോർമൽ ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്ട് സോഷ്യൽ നോംസ് ആർ ഇൻഫോർമൽ ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്ട് വിത്തിൻ എ സൊസൈറ്റി അല്ലെ സോഷ്യൽ നോംസ് എന്ന് പറയുന്നത് എന്താണ് സൊസൈറ്റിയുടെ ഉള്ളിലുള്ള ഒരു ഇൻഫോർമൽ ഗൈഡ് ലൈൻസ് ആണ് ഓർത്ത് വെക്കുക കേട്ടോ ഇൻഫോർമൽ ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്ട് ആണ് These norms are shared expectations and rules that guide individuals' behavior, influencing how people interact and conform to societal expectations. These norms are shared expectations. ഈ നോംസ് എന്ന് പറഞ്ഞ എന്താണ് ഒരു ഷെയർഡ് എക്സ്പെക്ടേഷൻസ് ആണ് അതുപോലെ തന്നെ റൂൾസ് ആണ് ഇത് എന്തിനാണ് ഗൈഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ബിഹേവിയർ അല്ലെ ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്നു എന്തിൽ നിന്നും ഇൻഫ്ലുവൻസിങ് ഹൗ പീപ്പിൾ ഇന്ററാക്ട് എങ്ങനെയാണ് പീപ്പിൾ ഇന്ററാക്ട് ചെയ്യുന്നത് ആൻഡ് കൺഫോം ടു സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ അല്ലെ ഒരു സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് കൺഫോം ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ബിഹേവിയർ ഗൈഡ് ചെയ്യുന്നതിന്റെ ചില റൂൾസും ചില ഷെയർഡ് എക്സ്പെക്ടേഷനുമാണ് നോംസ് എന്ന് പറയുന്നത് Social norms vary across cultures and communities and cover a wide range of behaviors from manners and dress codes to more deeply ingrained expectations about morality and values. എന്താ പറഞ്ഞത് സോഷ്യൽ നോംസ് വാരി അക്രോസ് കൾച്ചേഴ്സ് അല്ലെ സോഷ്യൽ നോംസ് എന്തെയ്യുണ്ട് കൾച്ചേഴ്സിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആൻഡ് കമ്മ്യൂണിറ്റീസ് അല്ലെ കമ്മ്യൂണിറ്റീസിലും ആൻഡ് കവർ എ വൈഡ് റേഞ്ച് ഓഫ് ബിഹേവിയേഴ്സ് അല്ലെ എന്ത് ചെയ്യുന്നുണ്ട് കവർ എ വൈഡ് റേഞ്ച് ഓഫ് ബിഹേവിയേഴ്സ് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ബിഹേവിയേഴ്സ് കവർ ചെയ്യുന്നുണ്ട് ഫ്രം മാനേഴ്സ് ആൻഡ് ഡ്രസ് കോഡ് ടു മോർ ഡീപ്ലി ഇൻഗ്രൈൻഡ് എക്സ്പെക്ടേഷൻ അബൌട്ട് മൊറാലിറ്റി ആൻഡ് മാനേഴ്സ് അല്ലെ മൊറാലിറ്റി ആൻഡ് വാല്യൂസ് മാനേഴ്സും ഡ്രസ് കോഡൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഡീപ്ലി ദേ ആർ ഇൻഗ്രൈൻഡ് എക്സ്പെക്ടേഷൻ അബൌട്ട് മൊറാലിറ്റി ആൻഡ് വാല്യൂസ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് which among the following is not a feature of community അല്ലെ which among the following is not a feature of community കമ്മ്യൂണിറ്റിയുടെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് which among the following is not a feature of community അല്ലെ കമ്മ്യൂണിറ്റിയുടെ ഫീച്ചർ അല്ലാത്തത് ട്ടോ ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻസുകൾ ശ്രദ്ധിക്കണം ഓപ്ഷൻ എ ടെറിട്ടറി ഓപ്ഷൻ ബി കോമൺ കൾച്ചർ ഓപ്ഷൻ സി ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഓപ്ഷൻ ഡി പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് അല്ലെ ഏത് ആൻസർ വരുന്നത് പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ആണ് കമ്മ്യൂണിറ്റിയുടെ ഫീച്ചർ അല്ലാതെ വരുന്നത് ടെറിട്ടറിയും കോമൺ കൾച്ചറും ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഒക്കെ എന്താണ് ഇതിന്റെ ഫീച്ചർ ആണ് പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഇതിന്റെ ഫീച്ചർ അല്ല ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്
which is characteristic feature of tribal society അല്ലെ which is characteristic feature of tribal society tribal societyയുടെ characteristic feature എന്താണെന്നാണ് ചോദിക്കുന്നത് ട്രൈബൽ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ എന്താണുള്ളത് ഓപ്ഷൻ എ ഇൻഡസ്ട്രിയലൈസേഷൻ ഓപ്ഷൻ ബി നൊമാഡിക് ലൈഫ് സ്റ്റൈൽ ഓപ്ഷൻ സി ലാർജ് സ്കെയിൽ അർബണൈസേഷൻ ഓപ്ഷൻ ഡി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നമ്മുടെ സിലബസ് നമുക്ക് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വരുന്നത് ട്രൈബൽ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അല്ലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ അഥവാ വ്യവസായവൽക്കരണമാണോ നൊമാഡിക് ലൈഫ് സ്റ്റൈൽ ആണോ ലാർജ് സ്കെയിൽ അർബണൈസേഷൻ ആണോ ടെക്നോളജി അഡ്വാൻസ്മെന്റ് ആണോ ഇവിടെ ട്രൈബ് എന്നാണ് പറഞ്ഞില്ലേ അപ്പൊ തന്നെ നമുക്ക് വേഗം വളരെ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും ആൻസർ ബി ആണ് നൊമാഡിക് ലൈഫ് സ്റ്റൈൽ അല്ലെ നൊമാഡിക് ലൈഫ് സ്റ്റൈൽ നൊമാഡിക് ലൈഫ് സ്റ്റൈൽ ആണ് എന്ത് ചെയ്തത് നമ്മുടെ ട്രൈബൽ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് A nomadic lifestyle is a distinctive trait of tribal societies where communities frequently move in search of resources. A nomadic lifestyle is a distinctive trait of tribal society. Nomadic lifestyle എന്ന് പറഞ്ഞാൽ എന്താണ് ട്രൈബൽ സൊസൈറ്റിയുടെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ട്രേറ്റ് ആണ് അല്ലെ വേർ കമ്മ്യൂണിറ്റീസ് frequently move in search of resources അല്ലെ എന്ത് ചെയ്യുന്നത് വേർ കമ്മ്യൂണിറ്റീസ് frequently move in search of resources frequently they are moving for searching the resources. This mobility essential for എന്താണ് ഈ ഒരു മൊബിലിറ്റി അവരുടെ സർവൈവലിന് എസെൻഷ്യൽ ആണ് അലൈൻസ് വിത്ത് ദെയർ സബ്സിസ്റ്റൻസ് പാറ്റേൺസ് അല്ലെ എന്ത് ചെയ്യുന്നുണ്ട് അലൈൻസ് വിത്ത് ദെയർ സബ്സിസ്റ്റൻസ് പാറ്റേൺസ് then പിന്നെ എന്താ പറയുന്നത് and adaptability to diverse environments അല്ലെ adaptability to diverse environments നമ്മുടെ അതായത് പലതരത്തിലുള്ള എൻവയോൺമെന്റ് അല്ലെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പൊ അതിലെന്താണ് ആ വെറൈറ്റി ആയിട്ടുള്ള ആ ഒരു എന്ത് ചെയ്യുന്നു നമ്മള് ആ ഒരു എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നു നമ്മൾ അഡാപ്റ്റ് ചെയ്യുക അല്ലെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുക ദെൻ പിന്നീട് എന്താ പറഞ്ഞത് നൊമാഡിക് ട്രൈബ്സ് അല്ലെ nomadic tribes rely on their knowledge of the land and its resources അല്ലെ land and its resources nomadic tribes rely on their knowledge of the land and its resources, fostering a deep connection to nature. അല്ലെ അവരെന്തായിരിക്കും nomadic life ആയിരിക്കും അതുപോലെ തന്നെ എന്തായിരിക്കും അവർക്ക് ഒരു ഡീപ്പ് കണക്ഷൻ ടു നേച്ചർ അല്ലെ നേച്ചറുമായിട്ടൊരു ഡീപ്പ് കണക്ഷൻ അവർക്ക് ഉണ്ടായിരിക്കും then this lifestyle reflect the communal bonds and resilience that characterize tribal societies shaping their social structure and daily practices അല്ലെ this lifestyle reflect the communal bonds ഇവരുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യുന്നുണ്ട് എന്തിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് കമ്മ്യൂണൽ ബോൺസിനെ എന്ത് ചെയ്യുന്നുണ്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആൻഡ് റെസിലിയൻസ് ദാറ്റ് ക്യാരക്ടറൈസ് ട്രൈബൽ സൊസൈറ്റീസ് and also shape their social structure and their daily practices. Then എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് what is the primary basis of social organization in a tribal society? What is the primary basis of social organization in a tribal society? What is the primary basis of social organization in a tribal society? ഒരു ട്രൈബൽ സൊസൈറ്റിയിലെ സോഷ്യൽ ഓർഗനൈസേഷന്റെ പ്രൈമറി ബേസിസ് എന്താണ് ഓപ്ഷൻ എ എക്കണോമിക് സ്റ്റാറ്റസ് ഓപ്ഷൻ ബി പൊളിറ്റിക്കൽ ഹൈറാർക്കി ഓപ്ഷൻ സി കിൻഷിപ്പ് ആൻഡ് ബ്ലഡ് റിലേഷൻ ഓപ്ഷൻ ഡി റിലീജിയസ് ബിലീഫ്സ് economic status political hierarchy kinship and blood relations and religious beliefs എന്താണ് ട്രൈബൽ സൊസൈറ്റിയുടെ സോഷ്യൽ ഓർഗനൈസേഷന്റെ പ്രൈമറി ബേസിസ് എന്താണെന്നാണ് ചോദിക്കുന്നത് ഓക്കെ പ്രൈമറി ബേസിസ് എന്താണെന്നാണ് ചോദിക്കുന്നത് അതിൽ എന്താ പറഞ്ഞത് ആൻസർ സി ആണ് വരുന്നത് കിൻഷിപ്പ് ആൻഡ് ബ്ലഡ് റിലേഷൻസ്
സി ആണ് എന്ത് ചെയ്യുന്നത് സോഷ്യൽ ട്രൈബൽ സൊസൈറ്റിയിലെ സോഷ്യൽ ഓർഗനൈസേഷന്റെ പ്രൈമറി ബേസിസ് എന്താണ് കിൻഷിപ്പ് ആൻഡ് ബ്ലഡ് റിലേഷൻസ്. In a tribal society, the primary basis of social organization is often kinship and blood relations. കിൻഷിപ്പും ബ്ലഡ് റിലേഷനുമാണ് അതിന്റെ പ്രൈമറി ബേസിസ്. These societies typically organize themselves around extended family networks, clans or tribes where relations are based on shared ancestry and lineage. അല്ലെ എന്താ ഇവിടെ പറയുന്നത് ഈ സൊസൈറ്റി ടിപ്പിക്കലി എന്താണ് ഓർഗനൈസ് ദംസെൽസ് അല്ലെ അവരെന്ത് ചെയ്യുന്നു ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ നെറ്റ്വർക്കിനും ക്ലാനോ അല്ലെ ട്രൈബിനും ചുറ്റുമായിട്ട് അവര് ഓർഗനൈസ്ഡ് ആണ്. റിലേഷൻഷിപ്പ് ആർ ബേസ്ഡ് ഓൺ അവരുടെ റിലേഷൻഷിപ്പ് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഷെയർഡ് ആൻസെസ്ട്രി ആൻഡ് ലീനേജ് അല്ലെ ഒരു ഷെയർഡ് ആൻസെസ്ട്രിയുടെയും ലീനേജിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. Then kinship ties play a crucial role in defining social roles, responsibilities and alliances within the community. അല്ലെ കിൻഷിപ്പ് ടൈസ് ഈ ബന്ധുത്വ ബോണ്ടുകൾ എന്ന് പറയുന്നത് സോഷ്യൽ റോൾസ് റെസ്പോൺസിബിലിറ്റീസ് അലയൻസസ് അല്ലെ അതൊക്കെ ഡിഫൈൻ ചെയ്യുന്നതിൽ ഒരു ക്രൂഷ്യൽ റോൾ എന്ത് ചെയ്യുന്നുണ്ട് പങ്കുവഹിക്കുന്നുണ്ട്. Then this strong emphasis on familial connection contribute the cohesion and structure of tribal societies. അല്ലെ ഈ ഒരു സ്ട്രോങ് എംബസൈസ് എന്ത് ചെയ്യുന്നുണ്ട് ഫാമിലി കണക്ഷനെ കോൺട്രിബ്യൂട്ട് ചെയ്യും അതായത് ഫാമിലി കണക്ഷനിൽ കൊഹിഷൻ ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രൈബൽ സൊസൈറ്റിനെ സ്ട്രക്ചറിനും എന്ത് ചെയ്യുന്നുണ്ട് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ Then ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് which society is more likely to have a complex division of labor and diverse occupational specialties. Which society is more likely to have a complex division of labor and diverse occupational specialties? Which society ലെ ഏത് സൊസൈറ്റി ആണ് is more likely to have a complex division of labor മോർ കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ ഏത് സൊസൈറ്റി ആണ് ആൻഡ് ഡൈവേഴ്സ് ഒക്യുപ്പേഷൻ സ്പെഷ്യാലിറ്റീസ് അല്ലെ ഡൈവേഴ്സ് ഒക്യുപ്പേഷണൽ സ്പെഷ്യാലിറ്റീസ് ഉള്ളതും ഏത് സൊസൈറ്റിയിലാണ്? ഓപ്ഷൻ എ ട്രൈബൽ സൊസൈറ്റി, ഓപ്ഷൻ ബി റൂറൽ സൊസൈറ്റി, ഓപ്ഷൻ സി അർബൻ സൊസൈറ്റി ആൻഡ് ഓപ്ഷൻ ഡി അഗ്രികൾച്ചറൽ സൊസൈറ്റി. അല്ലെ ട്രൈബൽ സൊസൈറ്റിയിലാണോ റൂറൽ സൊസൈറ്റിയിലാണോ അർബൻ സൊസൈറ്റിയിലാണോ അഗ്രികൾച്ചർ സൊസൈറ്റിയിലാണോ ഏത് സൊസൈറ്റിയിലാണ് കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബറും ഡൈവേഴ്സ് ഒക്യുപ്പേഷണൽ സ്പെഷ്യാലിറ്റീസും ഉള്ളത്? ഏതാണ് ആൻസർ സി ആണ് വരുന്നത്. അർബൻ സൊസൈറ്റിയിലാണ് കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബറും ഡൈവേഴ്സ് ഒക്യുപ്പേഷണൽ സ്പെഷ്യാലിറ്റീസും. നമുക്ക് നോക്കാം. Urban society is more likely to have a complex division of labor and diverse occupational specialties. In urban areas, there is a higher level of specialization and a wider range of occupation due to the concentration of people with various skill and expertise. അർബൻ ഏരിയാസിൽ എന്താണ് ഇതൊരു ഹയർ ലെവൽ ഓഫ് സ്പെഷ്യലൈസേഷൻ ആണ് അല്ലെ ഇതൊരു ഹയർ ലെവൽ ഓഫ് സ്പെഷ്യലൈസേഷൻ ആണ്. അതുപോലെ തന്നെ ആൻഡ് എ വൈഡ് റേഞ്ച് ഓഫ് ഒക്യുപ്പേഷൻസ് അല്ലെ അവിടെ വൈഡ് റേഞ്ച് ഓഫ് ഒക്യുപ്പേഷൻ ഉണ്ട്. എന്തുകൊണ്ട്? ഡ്യൂ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് പീപ്പിൾ വിത്ത് വേരിയസ് സ്കിൽ ആൻഡ് എക്സ്പെർട്ടൈസ്. അതായത് പീപ്പിൾസ് അവിടെ വേരിയസ് സ്കില്ലും എക്സ്പെർട്ടൈസേഷൻ ആവാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഒക്യുപ്പേഷനും പലതരത്തിലുള്ള വൈഡ് റേഞ്ച് ഓഫ് ഡൈവേഴ്സിറ്റി ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് അർബൻ സൊസൈറ്റിയിലാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നത് കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബറും ഡൈവേഴ്സ് ഒക്യുപ്പേഷണൽ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ പിന്നെന്താ പറഞ്ഞത് ദിസ് ഡൈവേഴ്സിറ്റി ഇൻ ഒക്യുപ്പേഷൻ കോൺട്രിബ്യൂട്ട് ടു ദ കോംപ്ലക്സിറ്റി ഓഫ് ദി ഡിവിഷൻ ഓഫ് ലേബർ ഓർ ഇൻഡിവിജ്വൽ സ്പെഷ്യലൈസ് ഇൻ സ്പെസിഫിക് ടാസ്ക് ഓർ പ്രൊഫഷൻസ് ക്രിയേറ്റിംഗ് എ മോർ intricate and interconnected economic and social structure in urban setting. അല്ലെ ഈ ഒരു ഡൈവേഴ്സിറ്റി ഒക്യുപ്പേഷൻ ഈ ഒരു ഡൈവേഴ്സിറ്റി എന്ത് ചെയ്യുന്നുണ്ട് കോൺട്രിബ്യൂട്ട് ടു ദ കോംപ്ലക്സിറ്റി ഓഫ് ദി ഡിവിഷൻ ഓഫ് ലേബർ അല്ലെ ഡിവിഷൻ ഓഫ് ലേബറിന്റെ കോംപ്ലക്സിറ്റിക്ക് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. were individual specializing in a specific task or professions അല്ലെ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നുണ്ട്
സ്പെഷ്യലൈസ് അല്ലെ, അവർ എന്തിനൊക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്? ഇൻ സ്പെസിഫിക് ടാസ്ക് ഓർ പ്രൊഫഷൻസ് അല്ലെ, സ്പെസിഫിക് ടാസ്കിലും പ്രൊഫഷനിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് മോർ ഇൻട്രിക്കേറ്റ് ആൻഡ് ഇന്റർ കണക്റ്റഡ് എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ ഇൻ അർബൻ സെറ്റിംഗ്സ് അല്ലെ, ക്രിയേറ്റിംഗ് മോർ ഇൻട്രിക്കേറ്റ്, വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടും ഇന്റർ കണക്റ്റഡുമായിട്ടുള്ള എക്കണോമിക് അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചർ ഇൻ അർബൻ സെറ്റിങ്ങിനെ പ്രൊഫഷൻസ് ക്രിയേറ്റ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ അർബൻ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. Then 10th question ആണ്, in a rural society the primary occupation is usually, in a rural society the primary occupation is usually, ഒരു റൂറൽ സൊസൈറ്റിയുടെ പ്രൈമറി ഓക്യുപ്പേഷൻ സാധാരണഗതിയിൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഇൻഫർമേഷൻ ടെക്നോളജി, ഓപ്ഷൻ ബി അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ്, ഓപ്ഷൻ സി മാനുഫാക്ചറിംഗ് ആൻഡ് ഇൻഡസ്ട്രി, ഓപ്ഷൻ ഡി ഫിനാൻഷ്യൽ സർവീസസ്. ഏതാണ് ഒരു റൂറൽ സൊസൈറ്റിയിലെ പ്രൈമറി ഓക്യുപ്പേഷൻ ആകുന്നത്? യൂഷ്വലി ഒരു പ്രൈമറി ഓക്യുപ്പേഷൻ ഏതായിരിക്കും? സിമ്പിൾ ആണിത് അല്ലെ. ഏതായിരിക്കും? ആൻസർ ബി ആണ് വരുന്നത്, അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ് അല്ലെ. In a rural society, the primary occupation is typically agriculture and farming അല്ലെ. റൂറൽ സൊസൈറ്റിയിലെ പ്രൈമറി ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് ടിപ്പിക്കലി എന്താണ്? അഗ്രികൾച്ചറോ അല്ലെങ്കിൽ ഫാമിംഗോ ആണ്. അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമിംഗ് ആണ്. റൂറൽ കമ്മ്യൂണിറ്റീസ് ഓഫൺ റിലേ ഓൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് അല്ലെ. റൂറൽ കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നു? ഓഫൺ റിലേ ഓൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ആസ് ദ മെയിൻ സോഴ്സ് ഓഫ് ലിവ്ലിഹുഡ്. ദി മെജോറിറ്റി ഓഫ് ദി പോപ്പുലേഷൻ അല്ലെ, റൂറൽ ഏരിയസിൽ മെജോറിറ്റി ഓഫ് ദി പോപ്പുലേഷനും ഏത് ഇതിൽ എൻഗേജ് ആയിട്ടുള്ളത്? കൾട്ടിവേഷൻ, അനിമൽ ഹസ്ബൻഡറി, അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസിലൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ ജോലി ചെയ്യുന്നത്. This dependence on agriculture shapes the economic, social, and cultural aspect of rural societies, where the community's well-being is closely tied to the success of agricultural endeavors. ഈ ഒരു ഡിപ്പെൻഡൻസ്, അഗ്രികൾച്ചർ ഷേപ്സിലെ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് എക്കണോമിക്, സോഷ്യൽ, കൾച്ചർ ആസ്പെക്ട് ഓഫ് റൂറൽ സൊസൈറ്റീസ്. അതുപോലെ തന്നെ വേർ ദ കമ്മ്യൂണിറ്റീസ് വെൽ-ബീയിങ് ഈസ് ക്ലോസ്ലി ടൈഡ് ദ സക്സസ് ഓഫ് അഗ്രികൾച്ചർ endeavors. അടുത്ത question ആണ്, which of the following societies characterized by close knit relationship, kinship ties and simple division of labor അല്ലെ. which of the following societies characterized by close knit relationship, kinship ties and simple division of labor. താഴെ തന്നിരിക്കുന്ന സൊസൈറ്റീസ് ഏതാണ് ക്ലോസ് നിറ്റ് റിലേഷൻഷിപ്പും അതുപോലെ തന്നെ കിൻഷിപ്പ് ടൈസ്, സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഓപ്ഷൻ എ അർബൻ സൊസൈറ്റി, ഓപ്ഷൻ ബി റൂറൽ സൊസൈറ്റി, ഓപ്ഷൻ സി ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആൻഡ് ഓപ്ഷൻ ഡി ട്രൈബൽ സൊസൈറ്റി അല്ലെ. ക്ലോസ് നിറ്റ് റിലേഷൻഷിപ്പും കിൻഷിപ്പ് ടൈസും സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബറും എവിടെയാണ് കാണാൻ കഴിയുന്നത്? ആൻസർ ഡി, ട്രൈബൽ സൊസൈറ്റിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രൈബൽ സൊസൈറ്റി ഈസ് ബൈ കിൻഷിപ്പ് ടൈസ് ആൻഡ് സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ അല്ലെ. ട്രൈബൽ സൊസൈറ്റി എന്ന് പറഞ്ഞ എന്താണ്? ക്ലോസ് നിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, കിൻഷിപ്പ് ടൈസ് ഉണ്ട്, ഒരു സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. Then in tribal communities, social organization is often based on extended family unit അല്ലെ. ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞ എന്താണ്? ട്രൈബൽ കമ്മ്യൂണിറ്റീസില് സോഷ്യൽ ഓർഗനൈസേഷൻ ഈസ് ഓപ്പൺ ബേസ്ഡ് ഓൺ അല്ലെ. സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ എന്താണ്? അത് ഓപ്പൺ ബേസ്ഡ് ഓൺ, അത് എന്തുമായിട്ടാണ് ബേസ് ചെയ്തിരിക്കുന്നത്? എക്സ്റ്റെൻഡഡ് ഫാമിലി യൂണിറ്റുമായിട്ട്, ക്ലാനുമായിട്ട്, ട്രൈബുമായിട്ട്. വേറെ ഇൻഡിവിജ്വൽ ഷെയർ സ്ട്രോങ് ഫാമിലിയൽ ബോൺസ് അല്ലെ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിവിജ്വൽസ് ഒരു സ്ട്രോങ് ഫാമിലിയൽ ബോൺസ് ഷെയർ ചെയ്യുന്നുണ്ട്. ദ ഡിവിഷൻ ഓഫ് ലേബർ tends to be more straightforward, with community members contributing to essential tasks based on age, gender or skill അല്ലെ. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് കുറച്ചുകൂടി മോർ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. വിത്ത് കമ്മ്യൂണിറ്റി മെമ്പേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ദേ കോൺട്രിബ്യൂട്ട് ടു എസെൻഷ്യൽ ടാസ്ക് ബേസ്ഡ് ഓൺ ഏജ്, ജെൻഡർ ഓർ സ്കിൽ. Then this simplicity in social structure labor division fosters a sense of community
ആൻഡ് ഇന്റർഡിപെൻഡൻസ് വിത്തിൻ ട്രൈബൽ സൊസൈറ്റീസിലെ ഈ ഒരു സിംപ്ലിസിറ്റി സോഷ്യൽ സ്ട്രക്ചറിൽ കാണുന്ന ഈ ഒരു സിംപ്ലിസിറ്റി, അതുപോലെ തന്നെ ലേബർ ഡിവിഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സെൻസ് പോസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ ട്രൈബൽ സൊസൈറ്റിയിൽ ഒരു ഇന്റർഡിപെൻഡൻസ് വരാനും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കാരണമാവുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജെമൻസ്കാഫ്റ്റ്? ഓക്കെ, ജെമൻസ്കാഫ്റ്റ്. അപ്പൊ ജെമൻസ്കാഫ്റ്റ് എന്താണ് അല്ലെ? ഫെർഡിനൻഡ് ടോണീസ് ആയിരുന്നു എന്ത് ചെയ്യുന്നത് നമ്മൾ പറയും. അപ്പൊ ജെമൻസ്കാഫ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ അർബൻ ലൈഫ് സ്റ്റൈൽ, ഓപ്ഷൻ ബി എംബസൈസ് ഓൺ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, ഓപ്ഷൻ സി ഹൈ ലെവൽ ഓഫ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഫോമൽ സോഷ്യൽ കൺട്രോൾ. അല്ലെ, ഇവിടെ ആൻസർ ബി ആണ്, എംബസൈസസ് ഓൺ ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. അല്ലെ, ഇൻ ജെമൻസ്കാഫ്റ്റ് ആരാണ് ഈ ജെമൻസ്കാഫ്റ്റ് അതുപോലെ തന്നെ ജെസൽസ്കാഫ്റ്റ് കൊണ്ടുവന്നത്? ഫെർഡിനൻഡ് ടോണീസ് ആയിരുന്നു അല്ലെ. അപ്പൊ ഇതിൽ പറഞ്ഞത് ജെമൻസ്കാഫ്റ്റ് എന്ന് പറയുന്നത് എ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ദ എംബസൈസ് ഓൺ ആസ്ക്രൈബ്ഡ് അല്ലെ. ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ഉണ്ട്, അച്ചീവ്ഡ് സ്റ്റാറ്റസ് ഉണ്ട്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആസ്ക്രൈബ്ഡ് അച്ചീവ്ഡ്? ആസ്ക്രൈബ്ഡ് എന്നാൽ നമുക്ക് ഓൾറെഡി ജനിച്ചപ്പോഴേ നമ്മുടെ കൂടെ കിട്ടുന്ന സ്റ്റാറ്റസ്, അച്ചീവ്ഡ് നമ്മൾ നേടിയെടുക്കുന്നത് അല്ലെ. അപ്പോ ഈ ജെമൻസ്കാഫ്റ്റ് ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞത് അല്ലെ, ഇവിടെ എന്താ റോൾസ് ആൻഡ് പൊസിഷൻസ് അല്ലെ, സോഷ്യൽ റോൾസും അതുപോലെ തന്നെ പൊസിഷൻസ്, സോഷ്യൽ റോൾസും അതുപോലെ തന്നെ പൊസിഷൻസും എന്താണ് ഡിറ്റർമൈൻഡ് ബൈ ഫാക്ടേഴ്സ് അല്ലെ. ചില ഫാക്ടേഴ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യൽ റോൾസും റെസ്പോൺസിബിലിറ്റീസും അറിയുന്നത്. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ബർത്ത് ആൻഡ് ഫാമിലിയൽ ടൈസ് റാദർ ദാൻ ഇൻഡിവിജ്വലിനെക്കാട്ടിൽ കൂടുതൽ ബർത്ത് ആൻഡ് ഫാമിലിയൽ ടൈസിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. This reflect a sense of community with intimate and familiar relationship often found in rural settings അല്ലെ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇന്റിമേറ്റ് അതുപോലെ തന്നെ ഫെമിലിയർ റിലേഷൻഷിപ്പ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് റൂറൽ സെറ്റിംഗിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്. റൂറൽ സെറ്റിംഗിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ജെമൻസ്കാഫ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കാണാൻ സാധിക്കും. The concept is associated with the subsistence economy, high morality, informal social control and a spirit of cooperation. അല്ലെ, ഈ ഒരു കൺസെപ്റ്റ് എന്തുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്? സബ്സിസ്റ്റൻസ് എക്കോണമി അല്ലെ, ഒരു സബ്സിസ്റ്റൻസ് എക്കോണമിയുമായിട്ടും ഹൈ മൊറാലിറ്റിയുമായിട്ടും ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളുമായിട്ടും അതുപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് കോപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. Overall, Jemanskraft signifies a close traditional community with a shared feeling of belonging. അല്ലെ, Jemanskraft എന്തിനൊക്കെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ഒരു ക്ലോസ് നിറ്റ് ട്രഡീഷണൽ കമ്മ്യൂണിറ്റിയും അല്ലെ, അതിനെയാണ് അത് സിഗ്നിഫൈ ചെയ്യുന്നത്. എന്തിന്റെ ക്ലോസ് നിറ്റ് ട്രഡീഷണൽ കമ്മ്യൂണിറ്റിയാണ്? വിത്ത് എ ഷെയർഡ് ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് അല്ലെ, ഒരു ഷെയർഡ് ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്ങിന്റെ ട്രഡീഷണൽ ഒരു ഷെയർഡ് ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്സ് ഉള്ള ഒരു ട്രഡീഷണൽ കമ്മ്യൂണിറ്റിയുടെ ക്ലോസ് നിറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജെമൻസ്കാഫ്റ്റ് സിഗ്നിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോ ആസ്ക്രൈബ്ഡ് ജെമൻസ്കാഫ്റ്റും ജെസൽസ്കാഫ്റ്റും എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ഫെർഡിനൻഡ് ടോണീസ് ആണ് അല്ലെ. അതില് ജെമൻസ്കാഫ്റ്റ് എന്ന് പറയുന്നത് റൂറൽ സെറ്റിംഗ്സ് ആണ്. ജെമൻസ്കാഫ്റ്റ് എന്ന് പറഞ്ഞ എന്താണ്, ഇതില് ജെമൻസ്കാഫ്റ്റ് റൂറൽ സെറ്റിംഗ്സ് ആണ്. ദെൻ അടുത്ത് ഞാൻ പറഞ്ഞത് ജെമൻസ്കാഫ്റ്റ് അത് ഒരു അർബൻ ടച്ച് ആണ്. ദെൻ ജെമൻസ്കാഫ്റ്റിൽ ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ് ജെമൻസ്കാഫ്റ്റ് റൂറൽ സെറ്റിംഗ് ആണെങ്കിൽ അടുത്തത് ജെസൽസ്കാഫ്റ്റ് കേട്ടോ, അതാണ് അർബണും അച്ചീവ്ഡ് സ്റ്റാറ്റസും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹു പ്രപ്പോസ്ഡ് ദ ഐഡിയ ഓഫ് മിലിറ്റന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ബേസ്ഡ് ഓൺ ഇന്റേണൽ റെഗുലേഷൻ അല്ലെ. മിലിറ്റന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് എന്ന് പറയുന്ന ഒരു തിയറി അല്ലെ, ഇന്റേണൽ റെഗുലേഷൻ ബേസ് ചെയ്തുകൊണ്ട് മിലിറ്റന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് എന്ന് പറയുന്ന ഐഡിയ പ്രപ്പോസ് ചെയ്ത വ്യക്തി. ഓപ്ഷൻ എ കാൾ മാർക്സ്, ഓപ്ഷൻ ബി എമിൽ ദർക്കിൻ, ഓപ്ഷൻ സി മാക്സ് വെബർ ആൻഡ് ഓപ്ഷൻ ഡി ഹെർബർട്ട് സ്പെൻസർ അല്ലെ. ആൻസർ ഡി ആണ് വരുന്നത് അല്ലെ, militant and urban societies. Herbert Spencer proposed the idea of militant and industrial societies.
മിലിറ്റന്റ് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് എന്ന് പറയുന്ന ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? സ്പെൻസർ ആണ് അല്ലെ. ദെൻ പിന്നീട് ഇതിൽ എന്താ പറയുന്നത്? അത് എന്തിന്റെ ബേസിലാണ്? ഇന്റേണൽ റെഗുലേഷന്റെ ബേസിലാണ്. ഓക്കെ. സ്പെൻസർ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു, ഒരു ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹം ഡിസ്റ്റിംഗ്വിഷ്ഡ് ബിറ്റ്വീൻ ടു ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് അല്ലെ, രണ്ട് തരത്തിലുള്ള ടൈപ്പ് ഓഫ് സൊസൈറ്റിയെ അദ്ദേഹം ഡിസ്റ്റിംഗ്വിഷ് ചെയ്തു ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഇന്റേണൽ റെഗുലേഷൻ വിത്ത് ഇൻ ദ സൊസൈറ്റി അല്ലെ. എന്തിന്റെ ബേസില്? ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഇന്റേണൽ റെഗുലേഷൻ വിത്ത് ഇൻ ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഉള്ളിലുള്ള ഇന്റേണൽ റെഗുലേഷന്റെ നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ. Okay, the militant society is characterized by compulsory cooperation, a centralized government, a rigid system of stratification, and a focus on preserving the society as its primary goal. അല്ലെ, മിലിറ്റന്റ് സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരക്ടറൈസ്ഡ് ബൈ കമ്പൽസറി കോപ്പറേഷൻ അല്ലെ, ഒരു കമ്പൽസറി കോപ്പറേഷൻ അത് ക്യാരക്ടറൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സെൻട്രലൈസ്ഡ് ഗവൺമെന്റ്, റിജിഡ് സിസ്റ്റം ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ, അതുപോലെ തന്നെ ആൻഡ് ഫോക്കസ് ഓൺ പ്രിസർവ് ദ സൊസൈറ്റി ആസ് ഇറ്റ്സ് പ്രൈമറി ഗോൾ അല്ലെ. സൊസൈറ്റിയെ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രൈമറി ഗോളാണ്. This contrasts with the industrial society, which exhibit a different set of characteristics based on its internal organization and regulation. അല്ലെ, എന്താണ്? This contrasts with industrial society അല്ലെ, ഇത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ കോൺട്രാക്ട് ആണ്. ഇത് എന്ത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്? ഒരു ഡിഫറെന്റ് സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, ഡിഫറെന്റ് സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് based on internal organization and regularization. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Which concept is associated with a shift from production to service in the economy? അല്ലെ, which society, which concept, ഏത് കൺസെപ്റ്റ് ആണ് is associated with a shift from production to service in the economy അല്ലെ, shift from production to service in the economy. പ്രൊഡക്ഷനിൽ നിന്നും സർവീസിലോട്ട്, എക്കണോമിയിൽ നിന്നും പ്രൊഡക്ഷനിൽ നിന്നും സർവീസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് ആ കൺസെപ്റ്റ് ഏതുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്? ഓപ്ഷൻ എ അഗ്രികൾച്ചറൽ സൊസൈറ്റി, ഓപ്ഷൻ ബി ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, ഓപ്ഷൻ സി പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആൻഡ് ഓപ്ഷൻ ഡി പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഇവിടെ ആൻസർ വരുന്നത് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണ്. ഓക്കെ, പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. The concept linked to service drive once is the post-industrial society. അല്ലെ, ഈ കൺസെപ്റ്റ് എന്തുമായിട്ടാണ് ലിങ്ക് ചെയ്ത് കിടക്കുന്നത്? പ്രൊഡക്ഷൻ ഓറിയന്റഡ് എക്കണോമിക്സിൽ നിന്നും സർവീസ് ഡ്രിവൻസിലോട്ട് അല്ലെ, അതായത് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. In this societal model, there is a notable shift away from manufacturing and production, emphasizing services, information and technology. അല്ലെ, ഈ ഒരു മോഡൽ, ഈ ഒരു സൊസൈറ്റൽ മോഡല് ഇവിടെ എന്താണ്? ദർ ഈസ് എ നോട്ടബിൾ ഷിഫ്റ്റ് അല്ലെ, നോട്ടബിൾ ഷിഫ്റ്റ് ഉണ്ട്. എന്ത്? മാനുഫാക്ചറിൽ നിന്നും പ്രൊഡക്ഷനിലോട്ടുള്ള ഒരു നോട്ടബിൾ ഷിഫ്റ്റ് ഉണ്ട്. ദെൻ എംബസൈസിങ് സർവീസസ്, അത് എന്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്? സർവീസസിന്, ഇൻഫർമേഷന്, അതുപോലെ തന്നെ ടെക്നോളജിക്ക്. The term encapsulates the transformation where advanced economies increasingly rely on knowledge, information and service industries, marking a departure from traditional industrial practices. ഈ ഒരു ടേം എന്തിനാണ് എൻകാപ്സുലേറ്റ് ചെയ്തത്? ട്രാൻസ്ഫോർമേഷൻ അല്ലെ, ഒരു അഡ്വാൻസ്ഡ് എക്കണോമിക്സ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസിംഗ്ലി റിലേ ഓൺ, എന്തിനാണ് അത് റിലേ ചെയ്യുന്നത്? നോളേജ്, ഇൻഫർമേഷൻ ആൻഡ് സർവീസ് ഇൻഡസ്ട്രീസ്, മേക്കിംഗ് എ ഡിപ്പാർച്ചർ ഫ്രം ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ പ്രാക്ടീസസ്. Then this transition was discussed by sociologist. ഈ ഒരു ട്രാൻസിഷൻ സോഷ്യോളജിസ്റ്റ് ആയ ഡാനിയൽ ബെൽ അദ്ദേഹത്തിന്റെ പുസ്തകമായ കമ്മിങ് ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എ വെഞ്ചർ ഇൻ സോഷ്യൽ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്തുണ്ടായിരുന്നു? ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ
what is the characteristics of industrial societies regarding division of labor? What is the characteristics of industrial society regarding division of labor? ഡിവിഷൻ ഓഫ് ലേബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ലോ കപ്പാസിറ്റി ഫോർ ഡിവിഷൻ ഓഫ് ലേബർ. ബി, ഹൈ കപ്പാസിറ്റി ഫോർ ഡിവിഷൻ ഓഫ് ലേബർ. Then absence of division of labor, face to face division of labor. എന്താണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലെ ഡിവിഷൻ ഓഫ് ലേബറുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്? ആൻസർ വരുന്നത് ആൻസർ ബി ആണ്, ഹൈ കപ്പാസിറ്റി ഫോർ ഡിവിഷൻ ഓഫ് ലേബർ. നമുക്ക് നോക്കാം. Industrial societies are characterized by a high capacity for the division of labor. This implies a specialized allocation of tasks where individuals focus on specific roles within the production process. ഇതെന്തിനാണ് ഇംപ്ലൈ ചെയ്യുന്നത്? A specialized allocation of tasks. ടാസ്കിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് അലോക്കേഷൻ ആണ്. where individuals focus on specific roles. ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്പെസിഫിക് റോൾസ് ഫോക്കസ് ചെയ്യുന്നുണ്ട് വിത്തിൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. പ്രൊഡക്ഷൻ പ്രോസസ്സിനുള്ളിൽ ഒരു സ്പെസിഫിക് റോൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിവിജ്വൽസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദിസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എൻഹാൻസ് ദ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്? എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ദെൻ അലോയിങ് ഫോർ മാസ് പ്രൊഡക്ഷൻ. എന്തിനാണ് മാസ് പ്രൊഡക്ഷൻ അലോ ചെയ്യുന്നത്? ത്രൂ ദ യൂട്ടിലൈസേഷൻ ഓഫ് ടെക്നോളജി ആൻഡ് മെഷീനറി. ടെക്നോളജിയുടെ യൂട്ടിലൈസേഷനും അതുപോലെ തന്നെ മെഷീനറിയുടെയും ഒരു മാസ് പ്രൊഡക്ഷൻ ഇത് അലോ ചെയ്യുന്നുണ്ട്. Then the division of labor in industrial societies is a key feature that distinguish them from earlier forms of societies, emphasizing specialization and interdependence among individuals in the workforce. The division of labor in industrial societies, industrial societies division of labor എന്ന് പറയുന്നത് is a key feature. അത് എന്തിന്റെ key feature ആണ്? അല്ലെങ്കിൽ എന്ത് feature ആണ്? that distinguish them from earlier forms of society. മുന്നേ കാണുന്ന സൊസൈറ്റിയുടെ ഫോമിൽ നിന്നും അതെന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡസ്ട്രിയൽ സൊസൈറ്റിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നുണ്ട്. എംബസൈസിങ്, അതെന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷനും അതുപോലെ തന്നെ ഇന്റർ ഡിപ്പെൻഡൻസിനും എമംഗ് ഇൻഡിവിജ്വൽസ് ഇൻ ദ വർക്ക് ഫോഴ്സ്. വർക്ക് ഫോഴ്സിലെ ഇൻഡിവിജ്വൽക്കിടയിലുള്ള ഇന്റർ ഡിപ്പെൻഡൻസിനും അതെന്ത് ചെയ്യുന്നുണ്ട്? അത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വർക്ക് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്? വാട്ട് ഈസ് എ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വർക്ക് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്? varied and constantly changing task, repetitive and monotonous task, face to face communication, limited division of labor. ഏതാണ് വർക്ക് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്? ആൻസർ ബി ആണ് വരുന്നത്, റിപ്പീറ്റേറ്റീവ് ആൻഡ് മോണോട്ടോണസ് ടാസ്ക്. നോക്കാം. എ പ്രിവലന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വർക്ക് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ഈസ് ദ എൻഗേജ്മെന്റ് ഇൻ റിപ്പീറ്റേറ്റീവ് ആൻഡ് മോണോട്ടോണസ് ടാസ്ക്. In these settings, specialized and routine activities are commonplace. ഈ ഒരു സെറ്റിംഗ്സിൽ എന്താണ്? സ്പെഷ്യലൈസ്ഡ് ആൻഡ് റുട്ടീൻ ആക്ടിവിറ്റീസ് ഒരു കോമൺ പ്ലേസ് ആണ്. driven by the need for efficient mass production. Driven by the need for efficient mass production and facilitated by technology and machinery. എന്ത് ചെയ്യുന്നുണ്ട്? അത് ടെക്നോളജി മെഷീനറി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. Then although this approach enhances productivity, ഈ ഒരു അപ്രോച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. It can also contribute to a sense of alienation among workers. വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു സെൻസ് ഓഫ് alienation കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. As the task lack variety and individual connection to the final outcome, potentially impacting job satisfaction and fulfillment. As the task lack variety and individual connection to the final outcome, potentially impacting job satisfaction and fulfillment. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which phenomena does cultural lack describe?
ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കൾച്ചറൽ ലാഗ് അല്ലെ. കൾച്ചറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഫിനോമിന അല്ലെ, ഏത് പ്രതിഭാസമാണ് കൾച്ചറൽ ലാഗിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, the synchronization of material and non-material culture changes. എന്താണ് കൾച്ചറൽ ലാഗ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. the synchronization of material and non-material culture changes. Option B, the absence of cultural changes. Option C, changes in non-material culture occurring before changes in material culture. Option D, changes in material culture occurring before or at a faster rate than changes in non-material culture. അല്ലെ, ഇവിടെ ഏതാ വരുന്നത്? ആൻസർ ഡി ആണ് വരുന്നത്. ചേഞ്ചസ് ഇൻ മെറ്റീരിയൽ കൾച്ചർ occurring before or at a faster rate than changes in non-material culture. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത് അല്ലെ. കൾച്ചറൽ ലാഗ് describe the phenomenon wherein changes in material culture അല്ലെ, wherein changes in material culture occur before at a faster rate than changes in non-material culture അല്ലെ. occur before at a faster rate than ചേഞ്ചസ് ഇൻ നോൺ മെറ്റീരിയൽ കൾച്ചർ. നോൺ മെറ്റീരിയൽ കൾച്ചറിനെക്കാട്ടിലും ഫസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റീരിയൽ കൾച്ചറിൽ മാറ്റം വരിക. ദിസ് കൺസെപ്റ്റ് അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? WF ഓക്ബോൺ, വില്യം എഫ് ഓക്ബോൺ ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹൈലൈറ്റ് ദ ഡിലേ ഓർ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ അഡ്വാൻസ്മെന്റ് ഇൻ ടാഞ്ചിബിൾ ആസ്പെക്ട് ഓഫ് സൊസൈറ്റി സച്ച് ആസ് technology or infrastructure and the corresponding adjustments in intangible aspect like beliefs, norms or values. Corresponding adjustment in intangible aspect like belief, norms or values. Then such a lag often result in social tension and challenges as society adapt to the rapid changes in material condition alongside slower shift in cultural norms and values. Such a lag often result ഇത്തരത്തെ ലാഗ് എന്തിനും കൂടി റിസൾട്ട് ചെയ്യുന്നുണ്ട്? ഇൻ സോഷ്യൽ ടെൻഷൻ അല്ലെ, സോഷ്യൽ ടെൻഷൻ റിസൾട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് ചേഞ്ചസ് ആസ് എ സൊസൈറ്റി അല്ലെ, and changes as a society, സൊസൈറ്റിയിലെ ചേഞ്ചസ് എന്തിന്റെ? അഡാപ്റ്റ് ടു ദ റാപ്പിഡ് ചേഞ്ചസ് അല്ലെ. എന്തിനെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്? റാപ്പിഡ് ചേഞ്ചസ് ഇൻ മെറ്റീരിയൽ കണ്ടീഷൻ, മെറ്റീരിയൽ കണ്ടീഷന്റെ റാപ്പിഡ് ചേഞ്ചസിനെ അത് അഡാപ്റ്റ് ചെയ്യുന്നത്. then alongside slower shift in culture norms and values. then അടുത്ത ക്വസ്റ്റ്യൻ ആണ് what does cultural lag refer to? What does cultural lag refer to? Option A, the delay in social order. Option B, the transmission of cultural heritage. Option C, changes in material culture occurring faster than changes in non-material culture. Option D, the importance of national flags in culture. ഇവിടെ എന്താ പറയുന്നത്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് the delay in social order. ഇവിടെ ആൻസർ വരുന്നത് ആൻസർ സി ആണ്. എന്താണ് കൾച്ചറൽ ലാഗ് റെഫർ ചെയ്യുന്ന പറയുന്നത്? ചേഞ്ചസ് ഇൻ മെറ്റീരിയൽ കൾച്ചർ ഒക്കോറിംഗ് ഫാസ്റ്റർ ദാൻ ചേഞ്ചസ് ഇൻ നോൺ മെറ്റീരിയൽ കൾച്ചർ. ചേഞ്ചസ് ഇൻ മെറ്റീരിയൽ കൾച്ചർ ഒക്കോറിംഗ് ഫാസ്റ്റർ ദാൻ ചേഞ്ചസ് ഇൻ നോൺ മെറ്റീരിയൽ കൾച്ചർ. Cultural lag as conceptualized by William F. Ogburn denote a temporal disparity between changes in material and non-material culture. Specifically, it describes the scenario where shift in tangible aspects such as technology or physical object outplays adjustment in tangible elements like beliefs and values. Specifically, describe the scenario. Where shift in tangible aspect കാണാൻ പറ്റുന്നില്ലേ? ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ ഉണ്ട്. ടാഞ്ചിബിൾ ആസ്പെക്ട് അതായത് ടെക്നോളജി, ഫിസിക്കൽ ഒബ്ജക്റ്റ്, ഓക്കെ. then intangible element like beliefs and values. Tangible objective, intangible objective. This discrepancy highlights the time it takes for societal attitude to catch up with the evolving material condition, shedding light on the intricate dynamics between technological progress and cultural adaptation within a community. Then അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
What is the significance of non-material culture in terms of social unity? What is the significance of non-material culture in terms of the societal unity? അല്ലെ സൊസൈറ്റിയൽ യൂണിറ്റിയുടെ കൾച്ചർ ടേംസിൽ എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചർ സിഗ്നിഫൈ ചെയ്യുന്നത്? ഓപ്ഷൻ എ ബിഹേവിയർ റെഗുലേഷൻ, ഓപ്ഷൻ ബി ഷെയർഡ് നോംസ് ആൻഡ് വാല്യൂ shared norms and beliefs foster a sense of community, option C historical documentation, and option D cultural continuity. Shared norms and beliefs foster a sense of community, option C historical documentation, and option D cultural continuity. അല്ലെ ആൻസർ ബി ആണ് വരുന്നത്. ഷെയർഡ് നോംസ് ആൻഡ് ബിലീവ്സ് ഫോസ്റ്റർ എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി. അല്ലെ ഷെയർഡ് നോംസ് ആൻഡ് ബിലീവ്സ് ഫോസ്റ്റർ എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി. അതാണ് നോൺ മെറ്റീരിയൽ കൾച്ചർ ഇൻ ടേംസ് ഓഫ് സൊസൈറ്റൽ യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the significance of non-material culture in terms of societal unity lies in the fact that shared norms and beliefs foster a sense of community. Significance of non-material culture in terms of societal unity lies in the fact that shared norms and beliefs foster a sense of community. ഈ നോൺ മെറ്റീരിയൽ കൾച്ചറിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് സൊസൈറ്റൽ യൂണിറ്റി അല്ലെ സൊസൈറ്റിയുടെ യൂണിറ്റിയില് ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് ഷെയർഡ് നോംസ് ആൻഡ് ബിലീഫ്സ് ഫോസ്റ്റർ എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി. ഷെയർഡ് നോംസും ബിലീഫ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിറ്റിയുടെ ഒരു ഫോസ്റ്റർ എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി, ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഫോസ്റ്റർ ചെയ്യുന്നു. വെൻ മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി ഹോൾഡ് common values, morals and beliefs, it creates a cohesive social fabric. When members of a society ഒരു കോമൺ വാല്യൂസും മോറൽസും ബിലീഫ്സും ഒക്കെ എന്ത് ചെയ്യാണ്? ഹോൾഡ് ചെയ്യാണ്. ഇറ്റ് ക്രിയേറ്റ് എ കൊഹസീവ് സോഷ്യൽ ഫാബ്രിക്. എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കൊഹസീവ് സോഷ്യൽ ഫാബ്രിക് ക്രിയേറ്റ് ചെയ്യുന്നു. ദിസ് ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് കോൺട്രിബ്യൂട്ട് ടു എ സെൻസ് ഓഫ് യൂണിറ്റി. അല്ലെ ഈ ഒരു ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് എന്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഒരു സെൻസ് ഓഫ് യൂണിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ കോപ്പറേഷൻ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എമംഗ് ഇൻഡിവിജ്വൽസ് വിത്തിൻ ദ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നു? ഈ ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇറ്റ് ഫോംസ് ദ ബേസിസ് ഫോർ സോഷ്യൽ കൊഹിഷൻ ആൻഡ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് എ സെൻസ് ഓഫ് കളക്റ്റീവ് ഐഡന്റിറ്റി. അല്ലെ ഇറ്റ് ഫോംസ് ദ ബേസിസ് ഫോർ സോഷ്യൽ കൊഹിഷൻ. അല്ലെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ കൊഹിഷന്റെ ബേസിസിനെ ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ഐഡന്റിറ്റി ഇൻ മെറ്റീരിയൽ കൾച്ചർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് ഐഡന്റിറ്റി ഇൻ മെറ്റീരിയൽ കൾച്ചർ? താഴെ തന്നിരിക്കുന്നതില് റെപ്രസെന്റ്സ് ഐഡന്റിറ്റി ഇൻ മെറ്റീരിയൽ കൾച്ചർ. മെറ്റീരിയൽ കൾച്ചറിലെ ഐഡന്റിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഷെയർഡ് നോംസ്, ഓപ്ഷൻ ബി ട്രഡീഷണൽ ക്ലോത്തിങ്, ഓപ്ഷൻ സി ഫോക്ലോർസ്, ഓപ്ഷൻ ഡി ലാംഗ്വേജ്. ഓക്കെ ഏതാ വരുന്നത്? ആൻസർ ബി ആണ് വരുന്നത്. ട്രഡീഷണൽ ക്ലോത്തിങ് ആണ് എന്ത് ചെയ്യുന്നത്? മെറ്റീരിയൽ കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഐഡന്റിറ്റി. Traditional clothing serve as a pivotal element embodying cultural identity within material culture. അല്ലെ ട്രഡീഷണൽ ക്ലോത്തിങ് എന്താണ്? എംബോഡിങ് കൾച്ചർ ഐഡന്റിറ്റിയിലെ ഒരു പൈവോട്ടൽ എലമെന്റ് ആണ്. മെറ്റീരിയൽ കൾച്ചറിനുള്ളിലെ കൾച്ചർ ഐഡന്റിറ്റിയിലെ ഒരു പൈവോട്ടൽ എലമെന്റ് ആണ്. ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ലൈസ് ഇൻ ഇറ്റ്സ് intangible representation of historical tradition and societal values. അല്ലെ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ടാഞ്ചിബിൾ റെപ്രസെന്റേഷൻ ആണ് കിടക്കുന്നത്. അല്ലെ ഹിസ്റ്റോറിക്കൽ ട്രഡീഷന്റെ ഒരു ടാഞ്ചിബിൾ റെപ്രസെന്റേഷനിലും അതുപോലെ തന്നെ സൊസൈറ്റൽ വാല്യൂസിലും. ഓഫറിംഗ് എ വിസിബിൾ എക്സ്പ്രഷൻ ഓഫ് കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി. അല്ലെ ഓഫറിംഗ് എ വിസിബിൾ എക്സ്പ്രഷൻ ഓഫ് എ കമ്മ്യൂണിറ്റീസ് ഐഡന്റിറ്റി. Then through unique styles, patterns and designs, traditional clothing become a tangible link to cultural heritage, providing a visual narrative that reflect the shared history and values of a group. യുണിക് സ്റ്റൈലിലോടുകൂടി അല്ലെങ്കിൽ യുണിക് സ്റ്റൈല്, പാറ്റേൺ, ഡിസൈൻസ്, ട്രഡീഷണൽ ക്ലോത്തിങ് എന്നിവയിലൂടെ ബിക്കംസ് എ ടാഞ്ചിബിൾ ലിങ്ക് ടു കൾച്ചറൽ ഹെറിറ്റേജ്. അല്ലെ ഒരു
കൾച്ചർ ഹെറിറ്റേജുമായിട്ടൊരു ടാഞ്ചിബിൾ ലിങ്ക് ഉണ്ടാവുന്നു. പ്രൊവൈഡിങ് എ വിഷ്വൽ നറേറ്റീവ് അല്ലെ, ഒരു വിഷ്വൽ നറേറ്റീവ് പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് റിഫ്ലക്ട് ദ ഷെയർഡ് ഹിസ്റ്ററി അല്ലെ, അതെന്തിന്റെ ഒരു ഷെയർഡ് ഹിസ്റ്ററി റിഫ്ലക്ട് ചെയ്യുന്നു. ആൻഡ് വാല്യൂസ് ഓഫ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, അത് വിഷ്വൽ നറേറ്റീവ് ചെയ്യുന്നുണ്ട്. Then in this way it plays a crucial role in defining and preserving cultural identity. ഈ ഒരു വേയിൽ നോക്കുകയാണെങ്കിൽ കൾച്ചർ ഐഡന്റിറ്റി പ്രിസർവ് ചെയ്യാനും ഡിഫൈൻ ചെയ്യാനും ഇത് വളരെയധികം പ്ലേ ചെയ്യുന്നുണ്ട് വിത്തിൻ ദ ബോർഡർ കോണ്ടെക്സ്റ്റ് ഓഫ് മെറ്റീരിയൽ കൾച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ അല്ലെ, കൾച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏത് എന്നാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത്. ഓപ്ഷൻ എ സോഷ്യൽ ട്രാൻസ്മിഷൻ, ഓപ്ഷൻ ബി ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ്, ഓപ്ഷൻ സി വേ ഓഫ് ലൈഫ്, ഓപ്ഷൻ ഡി ഡിസ്റ്റിംഗ്വിഷിംഗ് ഹ്യൂമൻസ് ഫ്രം ആനിമൽസ്. ആൻസർ ഏതാ വരുന്നത്? ആൻസർ ബി ആണ് വരുന്നത്, ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ്. Culture encompasses the way of life of a social group and is distinguished from animals by being socially transmitted, not biologically inherited. അല്ലെ, കൾച്ചർ എന്താണ്? അത് എൻകോംപാസ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? ദ വേ ഓഫ് ലൈഫ് ഓഫ് എ സോഷ്യൽ ഗ്രൂപ്പ്, ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ ജീവിത രീതി അത് എൻകോംപാസ് ചെയ്യുന്നു. ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്ഡ്, അതെന്തിനാണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്? ഫ്രം അനിമൽസ് ബീങ് സോഷ്യലി ട്രാൻസ്മിറ്റഡ് നോട്ട് ബയോളജിക്കലി ഇൻഹെറിറ്റഡ്, അത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നു. ഇറ്റ് എംബോഡീസ് ഷെയർഡ് കസ്റ്റംസ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്, ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർഡ് കസ്റ്റംസ് ബിലീഫ്സ് പ്രാക്ടീസസ് ഇതിനെ എംബോഡി ചെയ്യുന്നു. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്ന ഒന്നാണ്. കൾച്ചർ ആസ് described emphasizes social transmission and the distinctive aspect that set humans apart from animals, such as complex societal structures and symbolic communication. അല്ലെ, എന്താ പറയുന്നത്? emphasizes social transmission and the distinctive aspect that set humans apart from animals, such as complex societal structures and symbolic communication. Then biological inheritance എന്ന് പറഞ്ഞാൽ on the other hand is not a characteristics of culture അല്ലെ, ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് എന്താണ്? മറ്റൊരു രീതി നോക്കുകയാണ്, ഇറ്റ്സ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ ആസ് കൾച്ചർ പ്രൈമർലി റിസൾട്ട്, കൾച്ചർ എന്തിനാ പ്രൈമർലി റിസൾട്ട് ചെയ്യുന്നത്? ഷെയർഡ് എക്സ്പീരിയൻസിനും സോഷ്യൽ ഇന്ററാക്ഷനുമാണ് എന്ത് ചെയ്യുന്നത്? കൾച്ചർ പൊതുവെ എന്ത് ചെയ്യുന്നത്? പ്രൈമറി റിസൾട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് ആണ് നമ്മുടെ കൾച്ചറുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഈസ് ദ ആസ്പെക്ട് ഓഫ് കൾച്ചർ റിലേറ്റഡ് ടു സിസ്റ്റം ഓഫ് മീനിങ് അല്ലെ, ഡാഷ് ഈസ് ദ ആസ്പെക്ട് ഓഫ് കൾച്ചർ റിലേറ്റഡ് ടു സിസ്റ്റം ഓഫ് മീനിങ്. എന്താണ്? ഓപ്ഷൻ എ നോൺ മെറ്റീരിയൽ കൾച്ചർ, ഓപ്ഷൻ ബി ഒബ്ജക്റ്റീവ് കൾച്ചർ, ഓപ്ഷൻ സി കൾച്ചറൽ ലാഗ് ആൻഡ് ഓപ്ഷൻ ഡി കോൺക്രീറ്റ് കൾച്ചർ. ഇവിടെ ആൻസർ വരുന്നത് ആൻസർ എ ആണ്. നോൺ മെറ്റീരിയൽ കൾച്ചർ ഈസ് ദ ആസ്പെക്ട് ഓഫ് കൾച്ചർ റിലേറ്റഡ് ടു സിസ്റ്റം ഓഫ് മീനിങ്. അടുത്തത് ഡാഷ് ഈസ് എ ലേൺഡ് ആൻഡ് ഷെയർഡ് ബിഹേവിയർ, ഡാഷ് ഈസ് എ ലേൺഡ് ആൻഡ് ഷെയർഡ് ബിഹേവിയർ അല്ലെ. ഓപ്ഷൻ എ സോഷ്യലൈസേഷൻ, ഓപ്ഷൻ ബി കൾച്ചർ, ഓപ്ഷൻ സി സോഷ്യൽ പ്രോസസ് ആൻഡ് ഓപ്ഷൻ ഡി സോഷ്യൽ ഗ്രൂപ്പ് അല്ലെ. ഡാഷ് ഈസ് എ ലേൺഡ് ആൻഡ് ഷെയർഡ് ബിഹേവിയർ. ആൻസർ ആൻസർ ബി ആണ്, കൾച്ചർ. കൾച്ചർ ഈസ് എ ലേൺഡ് ആൻഡ് ഷെയർഡ് ബിഹേവിയർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ടേം ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് അക്കൾച്ചറേഷൻ, which term best describe the process of acculturation? Option A culture isolation, option B culture fusion and option C culture resistance and option D culture segregation. അല്ലെ, ഏതായിരിക്കും അതിന്റെ ആൻസർ കൊടുത്തിട്ടില്ല അല്ലെ. കൾച്ചർ ഫ്യൂഷൻ ആണ് കേട്ടോ. Cultural fusion encapsulates the essence of acculturation, a dynamic process where diverse cultural elements converge and intervene. Cultural fusion encapsulate ചെയ്യുന്ന എന്താണ്? Essence of acculturation ആണ്, ഒരു ഡൈനാമിക് പ്രോസസ് ആണ്. ഇവിടെ diverse cultural elements converge ചെയ്യുന്നുണ്ട്, intertwine ചെയ്യുന്നുണ്ട്. Through interaction and contact between different groups, there is an adaptation and blending of social values, beliefs and behaviors. എന്താണ്?
ഇന്ററാക്ഷനിലൂടെയും ഡിഫറെന്റ് ഗ്രൂപ്പിന്റെ കോണ്ടാക്റ്റിലൂടെയും ഇന്ററാക്ഷനിലൂടെയും എന്താണ് ദർ ഈസ് ആൻ അഡാപ്റ്റേഷൻ ആൻഡ് ബ്ലെൻഡിങ് ഓഫ് സോഷ്യൽ വാല്യൂസ് അല്ലെ അവിടെ ഒരു അഡാപ്റ്റേഷനും അതുപോലെ തന്നെ സോഷ്യൽ വാല്യൂസിന്റെ ബ്ലെൻഡിങ്ങും ഉണ്ട് ബിലീഫ്സിന്റെ ബിഹേവിയേഴ്സിന്റെ ഒക്കെ ഒരു ബ്ലെൻഡിങ് നമുക്ക് കാണാൻ സാധിക്കും. Then acculturation emphasizes the dynamic nature of cultural change, illustrating how societies evolve through the exchange and integration of diverse cultural components. അല്ലെ അക്കൾച്ചറേഷൻ എന്തിനാണ് എംബസൈസ് കൊടുക്കുന്നത്? അക്കൾച്ചറേഷൻ എംബസൈസ് കൊടുക്കുന്നത് ഡൈനാമിക് നേച്ചർ ഓഫ് കൾച്ചർ ചേഞ്ചിനാണ്. illustrating how societies evolve through the exchange and integration of diverse cultural components. Illustrating how societies evolve through the exchange and integration of diverse cultural components. Then ultimately creating a synthesis of tradition, customs and perspective. Ultimately creating a synthesis of tradition, customs and perspectives that reflect the interconnectedness of various cultural influences. Then അടുത്ത question ആണ് what is acculturation? എന്താണ് acculturation? A process of biological adaptation, B a process of adjusting cultural values, and C a process of economic development, and D a process of linguistic assimilation. അല്ലെ എന്താണ് അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബയോളജിക്കൽ അഡാപ്റ്റേഷൻ ആണോ, അഡ്ജസ്റ്റിംഗ് കൾച്ചറൽ വാല്യൂസ് ആണോ, പ്രോസസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ആണോ, എ പ്രോസസ് ഓഫ് ലിംഗ്വിസ്റ്റിക് അസിമിലേഷൻ ആണോ? Acculturation is needed a process of adjusting cultural values. It involves the modification and adjusting cultural values. It involves the modification and adaptation of social and cultural aspect. Cultural aspect in the social adaptation and modification. When individuals or groups from one culture come into contact with another. Individual group ഒരു കൾച്ചറിൽ നിന്നുള്ള ഇൻഡിവിജ്വലോ ഗ്രൂപ്പോ മറ്റൊന്നിനായിട്ടുള്ള കോണ്ടാക്റ്റിലോട്ട് വരുന്നു. This process include changes in beliefs, behaviors and other cultural elements as a result of the interaction and influence of a different culture. This process, ഈ പ്രോസസ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ചേഞ്ചസ് ഇൻ ബിലീഫ്സ്, ബിഹേവിയേഴ്സ് ആൻഡ് അതർ കൾച്ചറൽ എലമെന്റ്സ് ആസ് എ റിസൾട്ട് ഓഫ് ദി ഇന്ററാക്ഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് എ ഡിഫറെന്റ് കൾച്ചർ. എന്താ പറഞ്ഞത്? കൾച്ചർ ഈ പ്രോസസ് എന്തിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തത്? ചേഞ്ചസ് ഇൻ ബിലീഫ്സിലെ ചേഞ്ചസ്, ബിഹേവിയേഴ്സിലെ ചേഞ്ചസ് ആൻഡ് മറ്റുള്ള കൾച്ചർ എലമെന്റ്സ് ആസ് എ റിസൾട്ട് ഓഫ് ദി ഇന്ററാക്ഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് എ ഡിഫറെന്റ് കൾച്ചർ. Then next question, which term best describes the condition where two groups in assimilation are no longer recognizable as separate entities? Which term best describes the condition? ഏത് ടൈമാണ് നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ട് ഗ്രൂപ്പുകൾ അസിമുലേഷൻ ആയി ആർ നോ ലോങ്ങർ റെക്കഗ്നൈസ്ഡ് ആസ് സെപ്പറേറ്റ് എന്റിറ്റീസ് എന്നതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ടേം അല്ലെ? ഇന്റഗ്രേഷൻ, segregation, indistinguishability and pluralism. എന്താണ്? In assimilation, two distinct groups go beyond compromise, merging so truly that they lose their separate identities. Unlike acculturation, which allows for the preservation of distinct cultural practices, assimilation leads to indistinguishability. The term indistinguishability encapsulates the condition where these groups become so similar that they are no longer recognizable as separate entities. This process involves a comprehensive blending of cultural elements, eroding the boundaries that once defined the distinctiveness of each group. Then what is the primary outcome of assimilation? എന്താണ് അസിമുലേഷന്റെ primary outcome? Option A, compromise between groups. Option B, preservation of distinct identities. And option C, complete blending and indistinguishability. And option D, maintenance of separate cultural practices.
അല്ലെ? എന്താണ്? സി ആണ് ട്ടോ. Assimilation culminate in the complete blending and indistinguishability of one's distinct groups. Through this process, ഈ ഒരു പ്രോസസ്സിലൂടെ the cultural boundaries between these groups dissolve, resulting in a shared identity that erases previous distinctions. Unlike acculturation, where distinct practices are maintained, assimilation involves a through integration of cultural elements. The ultimate outcome is a state where the group becomes so alike that they are no longer discernible as separate entities, reflecting a profound convergence of their respective identities. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹൗ ദസ് അസിമുലേഷൻ ഡിഫറെന്റ് ഫ്രം അക്കൾച്ചറേഷൻ അല്ലെ? എങ്ങനെയാണ് അക്കൾച്ചറേഷനിൽ നിന്ന് അസിമുലേഷൻ ഡിഫർ ചെയ്ത് കിടക്കുന്നത്? ഓപ്ഷൻ എ, അസിമുലേഷൻ ഇൻവോൾവ്സ് കോംപ്രമൈസ് വൈൽ അക്കൾച്ചറേഷൻ ഡസ് നോട്ട്. അസിമുലേഷൻ കോംപ്രമൈസ് ഇൻവോൾവ് ചെയ്യുന്നു, അക്കൾച്ചറേഷൻ ഡസ് നോട്ട്. ദെൻ ബി എന്താണ്? അക്കൾച്ചറേഷൻ റിസൾട്ട് ഇൻ കംപ്ലീറ്റ് ബ്ലെൻഡിങ് അല്ലെ? അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലെൻഡിങ് ആണ്, വൈൽ അസിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ് ഐഡന്റിറ്റിയാണ് അലോ ചെയ്യുന്നത്. ദെൻ സി, അസിമുലേഷൻ ലീഡ്സ് ടു ദ ഇൻഡിസ്റ്റിങ്വിഷബിലിറ്റി ഓഫ് ഗ്രൂപ്പ്സ് അല്ലെ? അസിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിസ്റ്റിങ്വിഷബിലിറ്റി ഓഫ് ഗ്രൂപ്പ്സ് ആണ്. വൈൽ അക്കൾച്ചറേഷൻ ഇൻവോൾവ്സ് മെയിൻറ്റെയിനിങ് സെപ്പറേറ്റ് കൾച്ചറൽ പ്രാക്ടീസസ്. ദെൻ ഡി എന്താണ്? ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ അസിമുലേഷൻ ആൻഡ് അക്കൾച്ചറേഷൻ അല്ലെ? The key difference between assimilation and acculturation lies in their outcomes. ഔട്ട്കംസിലാണ് അവരുടെ ഡിഫറൻസ് കാണുന്നത്. Assimilation result in the indistinguishability of groups where they are become so similar that they are no longer recognizable as separate entities. Let's see. On the other hand, acculturation involves the coexistence of distinct groups with the maintenance of separate cultural practices. This difference emphasizes the extent to which groups retain or lose their distinctive identities in the process of cultural interaction. This difference emphasizes, ഈ ഒരു ഡിഫറൻസ് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? Extent to which groups retain or lose their distinctive identities in the process of cultural interaction. Then അടുത്ത ക്വസ്റ്റ്യൻ, in the context of education socialization means അല്ലെ? In the context of education socialization means എഡ്യൂക്കേഷന്റെ കോണ്ടെക്സ്റ്റില് സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, ആൾവേസ് following social norms അല്ലെ? Always following social norms. Then B എന്താണ്? Creating one's own social norms. Creating one's own social norms. C എന്താണ്? Respecting elders in society. Respecting elders in society. D എന്താണ്? Adapting and adjusting to social environment. Adapting and adjusting to social environment. Answer D ആണ് വരുന്നത്. Adapting and adjusting to social environment. The context of education socialization means adapting and adjusting to social environment. എഡ്യൂക്കേഷന്റെ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ സോഷ്യലൈസേഷൻ എന്നത് അഡാപ്റ്റിംഗ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ടു സോഷ്യൽ എൻവയോൺമെന്റ് ആണ്. എന്തൊക്കെയാണ് എയിംസ് ഓഫ് സോഷ്യലൈസേഷൻ ഇൻ എഡ്യൂക്കേഷൻ അല്ലെ? എഡ്യൂക്കേഷനിലെ സോഷ്യലൈസേഷന്റെ എയിംസുകൾ എന്തൊക്കെയാണ്? To preserve the tradition, values and customs of a society. Traditions, values, customs of a society preserve ചെയ്യാം. രണ്ടാമത് to make new members of society familiar with the social traditions, manners, customs, etc. To make new members എന്താണ്? സൊസൈറ്റിയിലെ സോഷ്യൽ ട്രഡീഷൻ, മാനേഴ്സ്, കസ്റ്റംസിലെ ഫെമിലിയർ ആയ പുതിയ മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. Then to prepare the members of the society to adapt to the constantly changing environment. കോൺസ്റ്റന്റ്ലി ചേഞ്ച് ചെയ്യുന്ന എൻവയോൺമെന്റിനെ അഡാപ്റ്റ് ചെയ്യാൻ ആ ഒരു സൊസൈറ്റി അഡാപ്റ്റ് ചെയ്യാൻ മെമ്പേഴ്സിനെ പ്രിപ്പയർ ചെയ്യാം. Then പിന്നെന്താണ്? To study the various types of social relationship and their impact on individual development. Various type of social relationship സ്റ്റഡി ചെയ്യുക. അതുപോലെ തന്നെ and their impact on individual development. Individual development അവരുടെ ഇമ്പാക്റ്റും എന്ത് ചെയ്യുക? അവര് സ്റ്റഡി ചെയ്യുക.
Then to control the teaching learning process to achieve the personality development of every single child. To control the teaching learning process to achieve the personality of development of every single child. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കൺട്രോൾ ചെയ്യുക എന്തിനു വേണ്ടിയിട്ട് ഓരോ സിംഗിൾ ചൈൽഡിന്റെയും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്ത് ചെയ്യുക കൺട്രോൾ ചെയ്യുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഈസ് ദ പ്രൈമറി ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ. അല്ലെ ഏതാണ് സോഷ്യലൈസേഷന്റെ പ്രൈമറി ഏജന്റ്? ഓപ്ഷൻ എ മാസ് മീഡിയ ആൻഡ് ഓപ്ഷൻ ബി ഫാമിലി, ഓപ്ഷൻ സി സ്കൂൾ, ഓപ്ഷൻ ഡി പിയർ ഗ്രൂപ്പ്. അല്ലെ ആൻസർ വരുന്നത് ആൻസർ ബി ആണ്, ഫാമിലി ആണ് പ്രൈമറി ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ എന്നത്. Family provide the children first social contact with the environment and the world and child learns the patterns of behavior. അല്ലെ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ദ ചിൽഡ്രൻ ഫസ്റ്റ് സോഷ്യൽ കോണ്ടാക്ട് വിത്ത് എൻവയോൺമെന്റ്. അല്ലെ ആദ്യമായിട്ട് എൻവയോൺമെന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യാന് കുട്ടികൾ എന്താണ് ഫാമിലി എന്നാണ് പഠിക്കുന്നത്. ആൻഡ് ദ വേൾഡ് ആൻഡ് ദ ചൈൽഡ് ലേൺസ് ദ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ. അല്ലെ എന്ത് ചെയ്യുന്നത്? വേൾഡ് അതുപോലെ തന്നെ കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്? പാറ്റേൺസ് ഓഫ് ബിഹേവിയർ പഠിക്കുന്നു. ഇൻ മാസ് മീഡിയ ഇറ്റ് ട്രാൻസ്മിറ്റ് ദ ഇൻഫർമേഷൻ ഇൻ വൺ വേ ആൻഡ് ക്യാൻ ഹാം ദ ചൈൽഡ് ഓൾസോ. അല്ലെ മാസ് മീഡിയ എന്താണ്? ഇൻഫർമേഷൻ മറ്റൊരു തരത്തിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് കുട്ടികളിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ സ്കൂൾ എ ചൈൽഡ് ബിക്കം മോർ ഫോമൽ ആൻഡ് അക്യൂർ ടെക്നിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ സ്കിൽ ആൻഡ് ഏബിൾ ടു ഇന്റഗ്രേറ്റ് ഇൻ സൊസൈറ്റി. അല്ലെ സ്കൂളിൽ എന്താണ്? ഒരു ചൈൽഡ് ബിക്കം മോർ ഫോമൽ. അല്ലെ ചൈൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചും കൂടി ഫോർമൽ ആവുന്നുണ്ട്. ആൻഡ് അക്യൂർ ടെക്നിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ സ്കില്ല്. ടെക്നിക്കൽ അതേപോലെ തന്നെ ഇന്റലക്ച്വൽ സ്കില്ലുകൾ. അല്ലെ ടെക്നിക്കൽ അതേപോലെ തന്നെ ഇന്റലക്ച്വൽ സ്കില്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഇൻ പിയർ ഗ്രൂപ്പ് ചൈൽഡ് ഇൻഫ്ലുവൻസ് ബൈ അതർ ചിൽഡ്രൻ ഇൻ ടേംസ് ഓഫ് ഫാഷൻ, ലൈഫ് സ്റ്റൈൽ എക്സെട്ര. അല്ലെ പിയർ ഗ്രൂപ്പിലാണെങ്കിലോ ചൈൽഡ് ഇൻഫ്ലുവൻസ് ബൈ അതർ ചിൽഡ്രൻ. അല്ലെ അവര് മറ്റുള്ള ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫാഷൻ, അവരുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ടേം ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹൂം. അല്ലെ ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓപ്ഷൻ എ പിയാഷെ, ഓപ്ഷൻ ബി ബ്രൂണർ, ഓപ്ഷൻ സി സ്കിന്നർ, ഓപ്ഷൻ ഡി റോബർട്ട് കെ മേർട്ടൺ. ഇവിടെ ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് റോബർട്ട് കെ മേർട്ടൺ ആണ്. ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ ടേം ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ വാസ് introduced by the sociologist Robert K. Merton 1957. It is a process by which someone is consciously socialized for future occupations, positions and social relationship. ഇതെന്താണ് പ്രോസസ്? which someone is consciously socialized. അല്ലെ ഒരു ഫ്യൂച്ചർ ഒക്യുപ്പേഷന് വേണ്ടിട്ടോ പൊസിഷന് വേണ്ടിട്ടോ സോഷ്യൽ റിലേഷൻഷിപ്പിന് വേണ്ടിട്ടോ ഒരാൾ വളരെ കോൺഷ്യസ്ലി സോഷ്യലൈസ്ഡ് ആവണെയാണ് നമ്മൾ എന്ത് പറയാ? ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയാം. Through anticipatory socialization, people are socialized into group to which they wish to or have to join, so that entry into the group does not seem to be very difficult. അല്ലെ ഈ ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ വഴി പീപ്പിൾ ആർ സോഷ്യലൈസ്ഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. അല്ലെ പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ദേ ആർ സോഷ്യലൈസ്ഡ് ഇൻ ടു ഗ്രൂപ്പ്സ് വിച്ച് ദേ വിഷ് ഓർ ഹാവ് ടു ജോയിൻ, സോ ദാറ്റ് എൻട്രി ഇൻ ടു ദ ഗ്രൂപ്പ് ഡസ് നോട്ട് സീം ടു ബി വെരി ഡിഫിക്കൾട്ട്. അടുത്തത് ദ ടേം ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് ഇയർ? നമ്മൾ പറഞ്ഞു അല്ലെ ആൻസർ ബി ആണ് 1957. The term anticipatory socialization was introduced by the sociologist Robert K. Merton. Okay, 1957 Robert K. Merton ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. It is a process by which someone is consciously socialized for future occupation, position and social relationship. Through anticipatory socialization, people are socialized into groups to which they wish or to have to join, so that entry into the group does not seem to be very difficult. Anticipatory socialization vary people are socialized into groups. People's they are socialized into groups which they wish or to have to join, so that entry into the group does not seem to be very difficult. അടുത്തതാണ് വാട്ട് ഈസ് പ്രൈമറി സോഷ്യലൈസേഷൻ. അല്ലെ എന്താണ് പ്രൈമറി സോഷ്യലൈസേഷൻ? ഫസ്റ്റ് വൺ
Option A, it is the first process of learning societies, norms and values. It includes process such as imitation and role modeling. B, the first and most important part of learning how to be human, which occurs in the family between the ages of 0 to 4. C, it is learning how to become human that occurs at school. D, only A and B. അല്ലെ ഏതാ ആൻസർ വരുന്നത്? ആൻസർ ഡി ആണ്. ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോസസ് ഓഫ് ലേണിംഗ് സൊസൈറ്റീസ്, നോംസ് ആൻഡ് വാല്യൂസ്. ഇറ്റ് ഇൻക്ലൂഡ് പ്രോസസ് സച്ച് ആസ് ഇമിറ്റേഷൻ ആൻഡ് റോൾ മോഡലിംഗ്. B, the first and most important part of learning is how to be human, which occurs in the family between the ages of 0 to 4. Primary socialization in sociology is the period early in person life during which they initially learn and build themselves through experiences and interaction around them. അല്ലെ പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ പീരിയഡ് ഏർലി ഇൻ പേഴ്സൺസ് ലൈഫില്, നമ്മുടെ പേഴ്സണൽ ലൈഫിലെ ഏർലി പീരീഡിനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഡ്യൂറിങ് വിച്ച് ദ ഇനീഷ്യലി ലേൺ, അല്ലെ അവരവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ദേ ആർ ഇനീഷ്യലി ലേൺ, ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങാണ്. ബിൽഡ് ദംസെൽസ് ത്രൂ എക്സ്പീരിയൻസ്, അല്ലെ അതുപോലെ തന്നെ ആൻഡ് ഇന്ററാക്ഷൻ അറൌണ്ട് ദം, അവരുടെ ചുറ്റും നടക്കുന്ന ഇന്ററാക്ഷൻ എക്സ്പീരിയൻസിലൂടെയൊക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത്? അവർ ബിൽഡ് ചെയ്യുന്നത്. ദെൻ സെവറൽ ഏജന്റ്സ് ഓഫ് പ്രൈമറി സോഷ്യലൈസേഷൻ ഇൻവോൾവ് ഇൻസ്റ്റിറ്റ്യൂഷൻ സച്ച് ആസ് ദ ഫാമിലി, ചൈൽഡ്ഹുഡ്, ഫ്രണ്ട്സ്, എഡ്യൂക്കേഷണൽ സിസ്റ്റം ആൻഡ് സോഷ്യൽ മീഡിയ. അല്ലെ പ്രൈമറി സോഷ്യലൈസേഷന്റെ സെവറൽ ഏജൻസികൾ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? ഫാമിലി, ചൈൽഡ്ഹുഡ്, ഫ്രണ്ട്സ്, എഡ്യൂക്കേഷണൽ സിസ്റ്റം, സോഷ്യൽ മീഡിയ. The role of socialization is to acquaint individuals with the norms of a given social group or society. It prepares individuals to participate in a group by illustrating the expectations of that group. The evolving idea of how we become members of a society, അല്ലെ നമ്മൾ എങ്ങനെയാണ് സൊസൈറ്റിയുടെ ഒരു മെമ്പർ ആവുന്നത്? ഡെവലപ്പ് ബിഹേവിയേഴ്സ്, വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ്, അല്ലെ വാല്യൂസും ബിലീവ്സും ബിഹേവിയേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് ഫോളോ ആൻഡ് ക്രിയേറ്റ് നോംസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്, അല്ലെ നോംസും എക്സ്പെക്ടേഷൻ അല്ലെ ഒക്കെ എന്ത് ചെയ്യുന്നു? ഫോളോ ചെയ്യുന്നു. ഇതിനൊക്കെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഹട്ടൺ റെഫേർഡ് ട്രൈബ് സൈസ്, അല്ലെ ഹട്ടൺ എന്താണ് ട്രൈബിനെ റെഫർ ചെയ്തത്? ഓപ്ഷൻ എ അപ് ഒറിജിൻസ്, ഓപ്ഷൻ ബി ആദിവാസീസ്, ഓപ്ഷൻ സി പ്രിമിറ്റീവ്, ഓപ്ഷൻ ഡി അപ് ഒറിജിൻസ്. അല്ലെ ഏതാ വരുന്നത്? ആൻസർ എ ആണ് വരുന്നത്, അപ് ഒറിജിൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ട്രൈബ് ആൻഡ് കാസ്റ്റ് കണ്ടിന്യൂം പ്രൊപ്പൗണ്ടഡ് ബൈ, അല്ലെ ട്രൈബ് ആൻഡ് കാസ്റ്റ് കണ്ടിന്യൂം. ഓപ്ഷൻ എ GS കുര്യൻ, ഓപ്ഷൻ ഡി NK ബോസ്, ഓപ്ഷൻ ഡി MN ശ്രീനിവാസ്, ഓപ്ഷൻ ഡി സുർജിത് സിൻഹ. അല്ലെ ആൻസർ ഡി ആണ്, സുർജിത് സിൻഹ. Then ഓപ്ഷൻ 36 ആണ് Khasi and Garo tribes belong to, അല്ലെ Khasi and Garo tribes belong to. ഓപ്ഷൻ എ പ്രോട്ടോ ആസ്ട്രോയിഡ് സ്റ്റോക്ക്, ഓപ്ഷൻ ബി മംഗോളിയൻ സ്റ്റോക്ക്, ഓപ്ഷൻ സി പ്രോട്ടോ സ്റ്റോക്ക്, ഓപ്ഷൻ ഡി ആസ്ട്രലോയിഡ് സ്റ്റോക്ക്. ആൻസർ ബി ആണ്, മംഗോളിയൻ സ്റ്റോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ മുണ്ട ആൻഡ് സന്താൽ മോസ്റ്റ്ലി സീൻ ഇൻ ദ പാർട്ട് ഓഫ്. Munda and Sandal mostly seen in the part of. Option A northeastern zone, option B Himalayan region, option C central zone and option D southern zone. അല്ലെ ആൻസർ സി ആണ് വരുന്നത്, സെൻട്രൽ സോൺ. Then അല്ലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് മുണ്ട റെബല്യൻ ലെഡ് ബൈ. ഓപ്ഷൻ എ ബിർസ മുണ്ട, ഓപ്ഷൻ ബി മേധാ പത്കർ, ഓപ്ഷൻ സി രാം ബാബു ആൻഡ് ഓപ്ഷൻ ഡി കൈലാഷ്. ആൻസർ ആണ് വരുന്നത് ബിർസ മുണ്ട. Then the Criminal Tribes Act in 1874, 1876, 1871 and 1878. Answer C ആണ് വരുന്നത് 1871. Sandal rebellion in the year of 1855, 1867, 1875, 1854. Answer A ആണ് വരുന്നത് 1855. Studies in Agrarian Social Structure written by option A Andre Bitle, option B GS Goodyear, option C MN Srinivas and option D Chandra Bose. Answer A ആണ് വരുന്നത് Andre Bitle.
Then 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ് Chow uprising and coal uprising in the year belongs to അല്ലെ Chow uprising and coal uprising in the year belongs to 1876 1843 1832 1800 അല്ലെ ഏതാണ് ആൻസർ സി ആണ് വരുന്നത് 1832. അടുത്തത് കുറിച്യ റിവോൾട്ട് ഇൻ ദ ഇയർ ഓഫ് കുറിച്യ റിവോൾട്ട് ഇൻ ദ ഇയർ ഓഫ് 1812 1813 1840 1850 ആൻസർ എ ആണ് വരുന്നത് 1812. 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോൺ മെറ്റീരിയൽ കൾച്ചർ മേ കൺസിസ്റ്റ് ഓഫ് അല്ലെ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത് ഓപ്ഷൻ എ വേർഡ്സ് പീപ്പിൾ യൂസ് ഐഡിയാസ് കസ്റ്റംസ് അല്ലെ വേർഡ്സ് പീപ്പിൾ യൂസ് ഐഡിയാസ് കസ്റ്റംസ് ഓപ്ഷൻ ബി നോൺ മാനുഫാക്ചർഡ് ഐറ്റംസ് ഓപ്ഷൻ സി മാനുഫാക്ചർഡ് ഐറ്റംസ് വിച്ച് പീപ്പിൾ യൂസ് ഇൻ കൾച്ചർ വേ D. Culture which teaches a particular behavior for particular situation. Answer the answer E ആണ് words people use ideas customs. അടുത്ത question the material culture is always the outgrowth of the non-material culture. This statement is അല്ലെ the material culture is always the outgrowth of the non-material culture. Material culture എന്ന് പറയുന്നത് എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചറിന്റെ ഒരു ഔട്ട്ഗ്രോത്ത് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ പാർഷ്യലി ട്രൂ ആണോ ക്യാൻ ഹാപ്പൻ പ്രൊവൈഡ് വിത്ത് സ്റ്റിമുലി ആണോ ഇത് ട്രൂ ആണ് ശരിയാണ്. അടുത്തത് എ ക്ലസ്റ്റർ ഓഫ് റിലേറ്റഡ് ട്രേറ്റ് ഈസ് കോൾഡ് അല്ലെ എ ക്ലസ്റ്റർ ഓഫ് റിലേറ്റഡ് ട്രേറ്റ് ഈസ് കോൾഡ് റിലേറ്റഡ് ട്രേറ്റ് റിലേറ്റഡ് ട്രേറ്റ് കൾച്ചർ റിലേറ്റഡ് ട്രേറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ കൾച്ചർ നോംസ് ഓപ്ഷൻ ബി കൾച്ചർ കളക്ടിവിറ്റി ഓപ്ഷൻ സി കൾച്ചർ യൂണിഫോമിറ്റി ആൻഡ് ഓപ്ഷൻ ഡി കൾച്ചറൽ കോംപ്ലക്സ് ആൻസറിന്റെ ആൻസർ ഡി ആണ് കൾച്ചർ കോംപ്ലക്സ്. അടുത്തത് ഹു ഹാസ് പ്രൊപ്പൗണ്ടഡ് ദ തിയറി ഓഫ് കൾച്ചറൽ ലാഗ് ആരാണ് കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത് നമ്മൾ ഇതിന് മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വില്യം എഫ് ഓക്സ്ഫോർഡ് ആണ് കൾച്ചറൽ ലാഗ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത്. ദെൻ 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൾച്ചറൽ റിലേറ്റിവിസം മീൻസ് അല്ലെ കൾച്ചറൽ റിലേറ്റിവിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഓപ്ഷൻ എ ഫങ്ഷൻ ആൻഡ് മീനിങ് ഓഫ് എ ട്രേറ്റ് ആർ റിലേറ്റീവ് ടു ഇറ്റ്സ് കൾച്ചറൽ സെറ്റിംഗ്സ് ഓപ്ഷൻ ബി കൾച്ചർ is relatively rare C culture evolution is relative D culture diffusion is relative അല്ലെ ആൻസർ എ ആണ് ഫങ്ഷൻ ആൻഡ് മീനിങ് ഓഫ് എ ട്രേറ്റ് ആർ റിലേറ്റീവ് ടു ഇറ്റ്സ് കൾച്ചറൽ സെറ്റിംഗ്സ്. അടുത്തത് the area in which similar cultural traits are found may be called as the area in which similar cultural traits are found may be called option A culture state option B culture region option C culture area option D cultural territory ആൻസർ സി ആണ് cultural area. അടുത്തത് cultural ethos stands for the world view of society B the world view of people C the world view of culture D the world view of transaction. Cultural ethos means answer B ആണ് the world view of people. The next question, the process whereby the thought and behavior of individuals in a given society are influenced by its culture is called the process whereby the thought and behavior of individuals in a given society are influenced by its culture is called thought and behavior of individuals in a given society influenced by its culture culture speciality culture standard culture norms culture conditioning answer വരുന്നത് cultural conditioning ആണ്. അടുത്തത് object and things which are endowed with a special meaning or significance by people is termed as objects and things which are endowed with a special meaning or significance by people is termed as A culture symbols B culture universals C culture standard D culture speciality. Answer ആണ് വരുന്നത് cultural symbols. അടുത്ത question popular culture refers to the culture of option A political class B culture of masses or of subordinate classes C culture of rich D culture of educated. Answer B ആണ് culture of masses or of subordinate classes.
Then അടുത്ത question, tribal culture is attached to. Tribal culture is attached to. Option A, land, nature and rituals. B, folk tradition. C, their economy and customs. D, religion only. അല്ലെ, ലാൻഡ് നേച്ചർ ആൻഡ് റിച്വൽസ്. ആൻസർ വരുന്നത് ലാൻഡ് നേച്ചർ ആൻഡ് റിച്വൽസ് ആണ് ട്രൈബൽ കൾച്ചർ അറ്റാച്ച് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹു ഓൾ ദിസ് സിവിലൈസേഷൻ ഈസ് വാട്ട് വി ഹാവ്, കൾച്ചർ വാട്ട് വി ആർ. അല്ലെ, സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെ, വാട്ട് വി ഹാവ് നമുക്ക് എന്തുണ്ട്, വാട്ട് വി ഹാവ് നമ്മൾ എന്താണ്. ഓപ്ഷൻ എ ആൽഫ്രഡ് വെബർ, ബി മാക് ഐവർ, സി മാക്സ് വെബർ, ഡി ഹെർസ്കോവിറ്റ്. ആൻസർ ബി ആണ്, മാക് ഐവർ ആണ്. സിവിലൈസേഷൻ ഈസ് വാട്ട് വി ഹാവ്, കൾച്ചർ ഈസ് വാട്ട് വി ആർ. അടുത്ത ക്വസ്റ്റ്യൻ, which among the following may be considered as the foundation of the Indian culture? Which among the following may be considered as the foundation of the Indian culture? അല്ലെ, എന്താണ് which among the following may be considered as the foundation of the Indian culture? അല്ലെ, ഇന്ത്യൻ കൾച്ചറിന്റെ ഫൗണ്ടേഷൻ ആണ് പറയുന്നത്. ഓപ്ഷൻ എ, ദ റെയിൽവേ സിസ്റ്റം. ഓപ്ഷൻ ബി, സ്പിരിച്വാലിസം. ഓപ്ഷൻ സി, ദ സ്ക്രിപ്ചേഴ്സ്. ആൻഡ് ഓപ്ഷൻ ഡി, ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ബി വരുന്നത് സ്പിരിച്വാലിസം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the phenomena of cultural relativism is based on the assumption that. The phenomena of cultural relativism is based on the assumption that. ഓപ്ഷൻ എ, all cultures are equal and respectable. അല്ലെ, എല്ലാ കൾച്ചേഴ്സും ഈക്വൽ ആണ്, റെസ്പെക്റ്റബിൾ ആണ്. അടുത്തത്, കൾച്ചർ ഈസ് അക്യൂർഡ് ത്രൂ ലേണിംഗ് വഴിയാണ് കൾച്ചർ അക്യൂർ ചെയ്യുന്നത്. കൾച്ചർ ഈസ് ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ്. കൾച്ചർ എന്താണ്, ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് ആണ്. അടുത്തത്, കൾച്ചർ ഡിറ്റർമൈൻസ് ദ മേക്കപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ്. അല്ലെ, കൾച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് മേക്കപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ്. ആൻസർ ആണ് വരുന്നത്, ഓൾ കൾച്ചേഴ്സ് ആർ ഈക്വൽ ആൻഡ് റെസ്പെക്റ്റബിൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, given below are the 4 stages in the evolution of man in order of man's economic life. അല്ലെ, മനുഷ്യന്റെ സാമ്പത്തിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 4 സ്റ്റേജസ്, ഇവല്യൂഷൻ സ്റ്റേജസ് ആണ് തന്നിട്ടുള്ളത്. which one of the following shows the correct order in which they appeared? ഏതാണ് കറക്റ്റ് ഓർഡർ ഉള്ളത്? ഓപ്ഷൻ എ, ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗ്യാദറിംഗ്, പാസ്റ്ററൽ, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ. ബി, അഗ്രികൾച്ചർ, ഹണ്ടിങ് ആൻഡ് ഗ്യാദറിംഗ്, പാസ്റ്ററൽ, ഇൻഡസ്ട്രിയൽ. സി, പാസ്റ്ററൽ, ഹണ്ടിങ് ആൻഡ് ഗ്യാദറിംഗ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ. ഡി, ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗ്യാദറിംഗ്, ഇൻഡസ്ട്രിയൽ ആൻഡ് പാസ്റ്ററൽ, ഇൻഡസ്ട്രിയൽ. അല്ലെ, പാസ്റ്ററൽ, അഗ്രികൾച്ചർ. ആൻസർ ഈ ആണ് വരുന്നത്. എന്താണ്, ആദ്യം നമ്മൾ ഹണ്ട് ചെയ്യാൻ പോയി, ഹണ്ടിങ്ങും അതുപോലെ തന്നെ ഫുഡ് ഗ്യാദറിങ്ങും. പിന്നെ നമ്മൾ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി, പാസ്റ്റർ. അല്ലെ, പിന്നെ നമ്മൾ കൃഷി തുടങ്ങി, അഗ്രികൾച്ചർ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, കൃഷിയൊക്കെ വിട്ട് ഇൻഡസ്ട്രിയലിലോട്ട് പോവാൻ തുടങ്ങി. അടുത്തത്, who hold that culture is the artwork of man and the medium through which he achieves his or her ends. അല്ലെ, culture is the handwork of man and the medium through which he achieves his or her needs. Option A, G.H. Mead. Option B, F. Bose. Option C, Cooper. And option D, Malinowski. Answer D ആണ് വരുന്നത്, Malinowski. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലോവർ ക്ലാസ് കൾച്ചർ ഇല്ലുസ്ട്രേറ്റ്. ഓക്കെ, ലോവർ ക്ലാസ് കൾച്ചർ ഇല്ലുസ്ട്രേറ്റ്. ലോവർ ക്ലാസ് കൾച്ചർ എന്താണ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, സബ് കൾച്ചർ. ഓപ്ഷൻ ബി, കൗണ്ടർ കൾച്ചർ. ഓപ്ഷൻ സി, ഡോമിനന്റ് കൾച്ചർ. ഓപ്ഷൻ ഡി, കോൺട്രാ കൾച്ചർ. ആൻസർ ഈ ആണ്, സബ് കൾച്ചർ. Then 61, who has the opinion that culture is a social heritage? It is the gift of society to an individual. Okay. ആരുടെ ഒപ്പീനിയൻ ആയിരുന്നു, കൾച്ചർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഹെറിറ്റേജ് ആണ്. ഇറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് സൊസൈറ്റി ടു ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിനുള്ള സൊസൈറ്റിയുടെ ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഓപ്ഷൻ എ, ടൈലർ. ഓപ്ഷൻ ബി, മലിനോസ്കി. ഓപ്ഷൻ സി, ഹെർസ്കോവിറ്റ്. ഓപ്ഷൻ ഡി, W.B. ഗ്രീൻ. ആൻസർ ചെയ്യാൻ ടൈലർ. ടൈലർ എന്താ പറഞ്ഞത്? കൾച്ചർ ഈസ് എ സോഷ്യൽ ഹെറിറ്റേജ്. ഇറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് സൊസൈറ്റി ടു ആൻ ഇൻഡിവിജ്വൽ. പിന്നെ അടുത്തത്, കൾച്ചറൽ ഡിറ്റർമിനൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. അല്ലെ, കൾച്ചറൽ ഡിറ്റർമിനൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി. ഓപ്ഷൻ എ, ലിൻഡൻ. ഓപ്ഷൻ ബി, ലെസ്ലി വൈറ്റ്. ഓപ്ഷൻ സി, ക്രോബർ. ആൻഡ് ഓപ്ഷൻ ഡി, കുൽക്കോട്ട്. അല്ലെ, ആൻസർ ബി ആണ് വരുന്നത്, ലെസ്ലി വൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. അല്ലെ, ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ G.H. മീഡ്, കോംറ്റെ, സ്പെൻസർ, C.H. കോലർ. ആൻസർ വരുന്നത്, ആൻസർ ആണ് G.H. മീഡ്.
ഇത് ഈഗോ സൂപ്പർ ഈഗോ ഇൻട്രൊഡ്യൂസർ ഇത് ഈഗോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇത് ഈഗോ സൂപ്പർ ഈഗോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് CH കൂല്, ഫ്രൂയിഡ്, കോംറ്റ്, തർക്കീബ്. സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും ഫ്രൂയിഡ് അല്ലെ. ദെൻ ചൂസ് കറക്റ്റ് ഓർഡർ. ഇത് നമ്മുടെ ഫ്രൂയിഡിന്റെതാണ്. ഏതാണ് ആൻസർ ചെയ്യാണ്? ഓറൽ, അനൽ, ഈഡിപ്പൽ, അഡോളസൻസ്. Then which stage begins with the birth and continue up to the completion of 1 year അല്ലെ. വിച്ച് സ്റ്റേജ്, ഏത് സ്റ്റേജ് ആണ് ബർത്തിൽ തുടങ്ങിയിട്ട് 1 വയസ്സ് വരെയുള്ള സ്റ്റേജ്? അനലാണോ, ഓറൽ ആണോ, അഡോളസൻസ് ആണോ, ഈഡിപ്പിളാണോ? ബി ആണ്, ഓറൽ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേജ് എക്സ്പീരിയൻസ് സം കൈൻഡ് ഓഫ് സ്ട്രെയിൻ ആൻഡ് കോൺഫ്ലിക്റ്റ്? ഏത് സ്റ്റേജ് ഓഫ് എക്സ്പീരിയൻസ് ആണ് സ്ട്രെയിൻ ആൻഡ് കോൺഫ്ലിക്റ്റ് അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. അഡോളസൻസ് ആണ്. Then looking glass self theory introduced by G.H. Mead, Comte, Spencer, C.H. Cooley അല്ലെ. G.H. Mead, Comte, Spencer, C.H. Cooley. ആൻസർ എന്നത് C.H. Cooley ആണ്. Then choose the correct order in G.H. Mead അല്ലെ. ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്. G.H. Mead ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് കറക്റ്റ് ഓർഡറിൽ ചൂസ് ചെയ്യുക. ഓപ്ഷൻ എ ഇമിറ്റേഷൻ, പ്ലേ സ്റ്റേജ്, ഗെയിമിംഗ് സ്റ്റേജ്. രണ്ടാമത്തെ ഇമിറ്റേഷൻ, ഗെയിമിംഗ്, പ്ലേ. മൂന്നാമത്തെ പ്ലേ, ഗെയിമിംഗ്, ഇമിറ്റേഷൻ. നാലാമത്തെ ഗെയിമിംഗ്, ഇമിറ്റേഷൻ, പ്ലേ. ആൻസർ എന്ത്? ആൻസർ ചെയ്യാണ്. ആദ്യം ഇമിറ്റേറ്റ് ചെയ്യുക, പിന്നെ പ്ലേ ചെയ്യുക, പിന്നെ ഗെയിം ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്രൽ കോംപ്ലക്സ് സീനിൽ എവിടെയാ കാണാൻ പറ്റുക? ഡി, ഈഡിപ്പൽ സ്റ്റേജിൽ കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സ്റ്റേജ് ചൈൽഡ് ഓൾസോ ലേൺസ് ടു ഗിവ് സിഗ്നൽസ് ഫോർ ഹിസ് ഫെൽറ്റ് നീഡ്സ് അല്ലെ. ഏത് സ്റ്റേജിലാണ് ചൈൽഡ് ഓൾറെഡി പഠിക്കുന്നത് ടു ഗിവ് സിഗ്നൽ? അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സിഗ്നൽ കാണിക്കാനാണ് എപ്പോഴാ പഠിക്കുന്നത്? അനലാണോ, ഓറലാണോ, അഡോളസൻസ് ആണോ, ഈഡിപ്പലാണോ? ബി ആണ്, ഓറൽ സ്റ്റേജിലാണ്. അടുത്തത്, ഹു ഡിഫൈൻ സോഷ്യലൈസേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഇൻഡിവിജ്വൽ ലേൺസ് ടു കൺഫോം ടു ദ നോംസ് ഓഫ് ദി ഗ്രൂപ്പ് അല്ലെ. ആരാണ് സോഷ്യലൈസേഷനെ ഡിഫൈൻ ചെയ്ത്? ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ദ ഇൻഡിവിജ്വൽ ലേൺ ടു കൺഫോം ടു ദ നോംസ് ഓഫ് ദി ഗ്രൂപ്പ് അല്ലെ. ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നു? ലേൺ ടു കൺഫോം അല്ലെ, കൺഫോം ചെയ്യാൻ ലേൺ ചെയ്യുന്നു നോംസ് ഓഫ് ദി ഗ്രൂപ്പ്. ഗ്രൂപ്പിന്റെ നോംസ് കൺഫോം ചെയ്യാൻ ലേൺ ചെയ്യുന്ന ഇൻഡിവിജ്വലിന്റെ പ്രോസസ് അല്ലെ. WF ഓക്ബോൺ, ഗ്രീൻ, ഓട്ടൺ ആൻഡ് അഗസ്ത്യ കോംറ്റ്. ആൻസർ ചെയ്യാണ് WF ഓക്ബോൺ. ഇതോടുകൂടി നമ്മുടെ സൊസൈറ്റി, കമ്മ്യൂണിറ്റി, കൾച്ചർ എന്നിവയുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.